ഹായ് ഗൈസ്, വി ആർ ബാക്ക്. വി മെയ്ഡ് ഇറ്റ്. നമ്മൾ തിരിച്ചു വരുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, ബിക്കോസ് കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങി. നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും. അത്യാവശ്യം ബേസിക് ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അതായത് എല്ലാവരും, പിന്നെ ആദ്യത്തേതായതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തു, അതുകൊണ്ട് കുറച്ച് റീച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 900 വ്യൂസ് ആയിട്ടുണ്ട്. ഒരു ആദ്യത്തെ സംരംഭം എന്ന നിലയിൽ നമ്മൾ വളരെ പ്രൊഡക്റ്റീവാണ്. കുറേ സജഷനും വന്നിട്ടുണ്ട്. ഈ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവരെനിക്ക് ലൈക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്താ നിന്റെ ഫ്രണ്ട്സ് കൊണ്ട് പോഡ്കാസ്റ്റ് യൂട്യൂബ് ചാനൽ ഇങ്ങനെ അവർ ജസ്റ്റ് യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമ്മളെ റീൽസ് സജഷൻ വരുന്നത് ഇസ് നൈസ്. അപ്പോൾ നമ്മളങ്ങനെ സജഷൻ വരുമെന്ന് വിചാരിച്ചതൊന്നുമല്ല. പക്ഷേ ഞാൻ മാക്സിമം ഒരു 100 വ്യൂ ഒക്കെ ആവുന്നത് എൻ്റെ പ്രതീക്ഷ. പക്ഷേ 900 വ്യൂസ് മാക്സിമം എല്ലാവരും നല്ല ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പക്ഷേ ഇത് പറഞ്ഞിട്ടില്ല, എന്താ ആരോടും ഫോളോ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം പറയുന്നതായിരിക്കും. എന്നിട്ട് ഷെയർ ചെയ്തിട്ട് ചില്ലാക്കാൻ നമ്മൾ രക്ഷപ്പെടുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടോപ്പിക്ക് വളരെ ഒരു സീരിയസ് ടോപ്പിക്, പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടോപ്പിക്കൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ വളരെ റാൻഡമായിട്ടൊരു ടോപ്പിക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും നമ്മൾ ശരിക്കും ആരാണെന്നോ അങ്ങനെ ആർക്കും അറിയണമെന്നില്ല, അൺലെസ് കണ്ട ആൾക്കാർ നമ്മൾ ഈ ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് എന്തിനാണ് UK വന്നത്, ജസ്റ്റ് നമ്മളാരാന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ ആരും എനിക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ജസ്റ്റ് ഒരു ടോപ്പിക് എടുത്ത് സംസാരിച്ചതേ ഉള്ളൂ. പ്രേക്ഷകർക്ക് ആൾക്കാർ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ലെങ്കിലും നമ്മൾക്ക് ഈ കണ്ട 900 പേരിൽ ഒരു 500 പേരെ നമുക്കറിയാവുന്നവരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അവരുടെ അടുത്ത് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ പുറത്ത് വേറെ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയാൻ നമ്മളെ സ്വയം ഒരു ബാക്ക്ഗ്രൗണ്ടും അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പേര് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, പക്ഷെ വേറെ കാര്യം പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സുഹൈൽ ഉണ്ടായില്ല. സുഹൈൽ നമ്മളെ ഫസ്റ്റ് ഗസ്റ്റാണ് ഗൈസ്. സുഹൈൽ, വെൽക്കം സുഹൈൽ. വാട്ട് യു ഫീൽ? താങ്ക് യു. ഞാൻ വന്നുകൊണ്ട് ഈ എപ്പിസോഡ് 1 വിജയമായി ആണെന്നല്ലേ നിനക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സുഹൈലിനെ എങ്ങനെ ഗസ്റ്റായി നമ്മൾ തിരഞ്ഞെടുത്തു? എൻ്റെ ക്രൈറ്റീരിയ സുഹൈലാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാം റീൽ ഏക കമൻറ്റ് ഇട്ടത്. സുഹൈൽ, അങ്ങനെയാണ് ഞാൻ സുഹൈലിനെ തിരഞ്ഞെടുത്തത്. താങ്ക്സ് സുഹൈൽ. ഫസ്റ്റ് കമൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ സുഹൈലാണ് ഇട്ടത്, അങ്ങനെയാണ് സുഹൈൽ. അപ്പോൾ ഓക്കെ സുഹൈൽ, എന്നാൽ പിന്നെ നമുക്ക് ഗസ്റ്റ് വെച്ച് തന്നെ തുടങ്ങാം. സുഹൈൽ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഇൻ്റർവ്യൂ അല്ല കേട്ടോ, പക്ഷേ നിന്റെ കഥ പറ കേൾക്കട്ടെ. ഞാൻ ഗ്ലാസ്ഗോയിലായിരുന്നു, ഒരു 2 കൊല്ലം ഗ്ലാസ്ഗോയിലായിരുന്നു. ഇപ്പം ജോലി കിട്ടി ടോണ്ടൻ എന്ന് പറഞ്ഞൊരു ടൗണിലോട്ട് മാറി. ടോണ്ടൻ ഇംഗ്ലണ്ടിലാണ്? ടോണ്ടൻ ഇംഗ്ലണ്ട്, ബ്രിസ്റ്റോളിനടുത്ത്. ഇംഗ്ലണ്ട്. അപ്പോൾ അത് എങ്ങനെ സൗത്ത് ഈസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്? സോമർസെറ്റ് കൗണ്ടിയാണ്. കുറച്ചും കൂടി സൗത്താണ്. സൗത്ത്. അതൊരു ചെറിയ ടൗൺ ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ പേരെ കാണുന്നൊക്കെ ഇവിടെ വരുമ്പോഴാണ്. ഗ്ലാസ്ഗോ ലണ്ടനിൽ പോകുമ്പോഴാണ്. അവിടെ കുറേ കൂടി ഓൾഡ് പീപ്പിളാണ് അവിടെ. കുറേ കെയർ ഹോമും ഹോസ്പിറ്റലും കുറേ നഴ്സുമാരും ഡോക്ടറും. ഭയങ്കര പീസ്ഫുൾ. ഒട്ടും എനിക്ക് തോന്നുന്നു ഭയങ്കര പോപ്പുലേഷൻ കുറവുള്ള ഒരു ചെറിയ ടൗണാണ് ടോണ്ടൻ. നീ ഇങ്ങനെ അപ്പട്ട ജോലി കണ്ടുപിടിച്ചു? അല്ല, അവിടെ അല്ല ജോലി, പക്ഷേ എൻ്റെ സൈറ്റിൽ നിന്ന് ഒരു അടുത്തുള്ളൊരു ബിഗ് ടൗൺ ടോണ്ടനാണ്. അതുകൊണ്ടാണ് ഞാൻ ടോണ്ടൻ കുറച്ചും കൂടി ഒരു ടൗൺ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ടൗണാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ലിവിങ്ങിന് നല്ലതായിട്ട് തോന്നിയോണ്ട് ടോണ്ടനിലോട്ട് മാറി. അങ്ങനെ ജോലി കിട്ടി. ഗ്ലാസ്ഗോയിലായിരുന്നു. പിന്നെ ജോലി കിട്ടി ഇപ്പം 1.5 year ആയിട്ട് ടോണ്ടനിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഗ്ലാസ്ഗോയിൽ ആക്ച്വലി സുഹൈൽ, നമ്മളെല്ലാവരും ഗ്ലാസ്ഗോയിൽ എത്തിയ സമയത്ത് തന്നെയാണ് സുഹൈൽ എത്തിയത്. ഞാനും ടെറിനും 2021 ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡിലേക്ക് വരുന്നത്. സ്കോട്ട്ലാൻഡ് UK ഇത് മൂന്നും ഒരേ സ്ഥലമാണ്. ബിക്കോസ് UK എന്ന് പറയുമ്പം സ്കോട്ട്ലാൻഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് UK എന്ന് മനസ്സിലാവുന്നില്ല. UK ബേസിക്കലി അറിയാത്തവർക്ക്, മെജോറിറ്റി ആൾക്കാർക്ക് അറിയും. UK ബേസിക്കലി ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, ഇതാണ് UK എന്ന് പറയുന്നത്. അപ്പോൾ ആ UK സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ എന്ന സിറ്റിയിലേക്കാണ് നമ്മൾ പഠിക്കാൻ വന്നത്. എന്താ ടെറിൻ മാസ്റ്റേഴ്സ് അല്ലേ? മാസ്റ്റേഴ്സ് അങ്ങനെ ചോദിച്ചാൽ ഒരുമിച്ച് പഠിച്ചിട്ട് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കാനോ വന്നേ?
സംഭവം നാട്ടിൽ നിന്ന് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്ന ഇവിടെ സ്ട്രാത്ക്ലൈഡ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ പഠിച്ച ഞാനും ടെറിനും ഒരുമിച്ച് നാട്ടില് അതെ. അപ്പോൾ നാട്ടിൽ നിങ്ങൾ മറ്റേ സിവിൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് TKM ഒരുമിച്ച് പഠിച്ചാൽ നമ്മള് പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്ത്? UK നാട് വിടണം, നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തല്ലുള്ളേണ്ടി വരും, പോവാം. അതുകൊണ്ട് വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, ശബരി. നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കാനഡ, ഓസ്ട്രേലിയ, UK. വെരി ടിപ്പിക്കൽ. എല്ലാ ഗ്രൂപ്പിലും നമ്മൾ 3 പേരുണ്ട്. കാനഡയിൽ വേറെ കുറച്ച് പേര്, ഓസ്ട്രേലിയയിൽ വേറെ കുറച്ച് പേര്. അവസാനം എത്തിയത് നമ്മൾ 3 പേരാണ് എത്തിയത്. ബാക്കി എല്ലാവരും നാട്ടില് PSC അത് എന്നൊക്കെ പറഞ്ഞ് അവര് നാട്ടിൽ സെറ്റില്. നമ്മള് നാട്ടിൽ നിന്നാ രക്ഷപ്പെടത്തില്ല എന്നറിയാവുന്നതുകൊണ്ട്. അല്ല, പക്ഷെ നിങ്ങൾ കോളേജ് കഴിഞ്ഞ് കുറച്ച് കാലം നാട്ടിൽ വർക്ക് ചെയ്തു. ഞാൻ ഒരു 6-7 months വർക്ക് ചെയ്തു. എന്നിട്ട് വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായോ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്? വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായി 7,000 രൂപ ശമ്പളം കിട്ടി. എനിക്ക് 5,000 രൂപ കൊണ്ടൊന്നും 5,000 രൂപയും രാവിലെ 7 മണി തൊട്ട് ഇപ്പൊ ഞാൻ സിവിൽ ആയതുകൊണ്ട് സൈറ്റ് എഞ്ചിനീയർ ആയതുകൊണ്ട് കോൺക്രീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ 6-7 മണി 8 മണി. എൻ്റെ വീട്ടിൽ നിന്ന് സൈറ്റിലോട്ട് തന്നെ ഒരു 30 kilometers ഉണ്ട്. പെട്രോൾ അടിക്കണം. അത് ഈ 5,000 രൂപേന് പെട്രോൾ അടിക്കാൻ മാത്രമേ 5,000 രൂപ ചിലവാകത്തുള്ളൂ. അപ്പൊ മനസ്സിലായി നാട്ടിൽ നിന്നിട്ട് വലിയ. വീട്ടിൽ കൊല്ലത്ത് നിന്ന് നിന്റെ സൈറ്റ് എവിടെ ആയിരുന്നു? കുണ്ട്ര തന്നെ കുറച്ചും കൂടി അകത്തോട്ട്. ബേസിക്കലി ഇവർ രണ്ടാളും കൊല്ലത്ത്, ഞാൻ കാസർഗോഡ്. ബേസിക്കലി കുറച്ച് ഗ്രൗണ്ട് റൂൾസ് സെറ്റ് ചെയ്തത്. നമ്മൾ 3 പേരും സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. നമ്മൾ 3 പേരും സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. നമ്മളും ഞാനും ഇവനും ഒരുമിച്ച് TKM പഠിച്ചത്. ശബരി ഉണ്ട്, പിന്നെ നമ്മുടെ ഒരു ജൂനിയർ ഉണ്ട്. ഇപ്പൊ ക്യാമറയുടെ വേറെ കുറെ ആൾക്കാരുണ്ട്. അത് നമ്മൾ ഓരോ എപ്പിസോഡിലായിട്ട് ഓരോ ആൾക്കാരെ മുമ്പിലോട്ട് കൊണ്ടുവന്നോണ്ടിരിക്കും. എന്നിട്ട് പിന്നുള്ള ബാസി തൂത്തു, സോറി കാർത്തിക്, അത്ത് എന്നൊക്കെ പറഞ്ഞ അവര് 3 പേരും ഒരുമിച്ച്, അതുൽ, അവര് 3 പേരും ഒരുമിച്ച് എവിടെ കോളേജിന്റെ പേര് നമ്മൾ ഓക്കെ. ഞാൻ കാസർഗോഡാണ് പഠിച്ചതും വളർന്നതൊക്കെ. കാഞ്ഞങ്ങാടാണ് ടു ബി സ്പെസിഫിക് 10th വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് +1 +2 നമ്മൾ മാംഗ്ലൂർ പോയി. മാംഗ്ലൂരിൽ നിന്നാണ് +1 +2 ചെയ്തത്. മാംഗ്ലൂർ +1 +2 അല്ല, അവിടെ പ്രീ യൂണിവേഴ്സിറ്റി കോളേജാണ്, PUC. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ഗ്രാജുവൽ റൂട്ടാണ് നേരെ +2 കഴിയുക, എഞ്ചിനീയറിംഗ് എടുക്കുക. എന്തിനാ എഞ്ചിനീയറിംഗ് ഒന്നും അറിയില്ല, പക്ഷേ ഒരു ഗ്രാജുവൽ റൂട്ട് പോലെ എഞ്ചിനീയറിംഗ് എടുത്തു. എഞ്ചിനീയറിംഗ് എടുത്തത് മാംഗ്ലൂർ ഒരു കോളേജ് ഉണ്ട്, NMA MIT എന്ന് പറഞ്ഞിട്ട്. നിറ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പോപ്പുലറാണ്. അത് അവരുടെ അണ്ടറിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് NMA MIT. അവിടെ 2012 ബാച്ചാണ്, 2012 to 16 ഞാൻ പഠിച്ചത്. എന്നിട്ട് അപ്പം ഞാൻ ആക്ച്വലി പഠിച്ചിറങ്ങുന്ന സമയത്താണ് ഇവര് കോളേജിലേക്ക് ചേരുന്നത്. അപ്പം നമ്മൾ എന്ന് വെച്ചിട്ട് നമ്മൾ 4 വയസ്സ് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ വയസ്സിലല്ലോ ഗൈസ് കാര്യം, പ്രവൃത്തിയിലാണല്ലോ. ഇവരൊക്കെ കാണുന്നില്ല ഇവൻ്റെ ഒക്കെ ഒരു വൈബ്. എന്നെ പോലെ ചാടി നിൽക്കുന്നില്ല, എത്ര വയസ്സ് പറഞ്ഞിട്ടും കാര്യം. ഓക്കെ. എന്നിട്ട് അപ്പോൾ ആസ് യൂഷ്വൽ ഇവർക്കുള്ള പോലെ ഞാനും എൻ്റെ ബാച്ചിലും കുറേ ആൾക്കാർ പുറത്തു പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത്. സോറി, അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കാലം പണിയെടുത്ത്. അത് അപ്പോൾ അങ്ങനെ ഞാൻ 2016 കോളേജ് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ചു കാലം കാസർഗോഡ് PWD വർക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് ഞാൻ 6 മാസം ഒരു സൈറ്റിൽ എക്സ്പീരിയൻസിന് വേണ്ടി നിന്നു. അവിടെ സൈറ്റ് ജോബും ഗവൺമെന്റ് ജോബും വ്യത്യാസമുണ്ടോ നാട്ടില്? സൈറ്റ് ജോബും ഗവൺമെന്റ് ജോബും നല്ല വ്യത്യാസമാണ്. അങ്ങനെയല്ല. ഗവൺമെന്റ് ജോബ് ഈസ് വെരി, അങ്ങനെയാണല്ലോ ഒരു പൊതുവേ. അല്ല, അതങ്ങനെ പൊതുവേ ആൾക്കാർ ഗവൺമെന്റ് ജോബ് പണിയില്ലാത്തൊരു പരിപാടിയാണെന്നുള്ളൊരു വിചാരമുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അത് പിന്നെ ഒന്നാമത് ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ PWD ഞാൻ ക്ലർക്കായിട്ടാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ഇപ്പം ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ട് പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിപ്പോൾ ഞാൻ കുറച്ച് കാലം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് അത്രേ പണി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അല്ല, പക്ഷേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ കോർട്ടോ അല്ലെങ്കിൽ അങ്ങനെ വേറെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ ഇവൻ തന്നെ PWD തന്നെ ഇപ്പം ഓരോ സെക്ഷൻ അനുസരിച്ചിരിക്കും. PWDയിൽ ഇപ്പം നാഷണൽ ഹൈവേ സെക്ഷൻ ഉണ്ടാവും, ബ്രിഡ്ജസ് ഉണ്ടാവും, റോഡ്സ് ഉണ്ടാവും. അപ്പം ഓരോ വർക്കിൻ്റെ ഒക്കെ ഒരു കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് ഓരോ സെക്ഷന് പണി ഉണ്ടാവും. പിന്നെ അപ്പോൾ ഞാൻ അവിടെ കുറച്ച് കാലം ഉണ്ടായി. പിന്നെ ഒരു
ജീവിതത്തിൽ ഗ്രോത്ത് വേണം തോന്നിയപ്പോഴാണ് ഞാൻ അവിടെ ഇരുന്ന അങ്ങനെ ഇരുന്നു എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ ഓക്കെ വേറെ എന്തെങ്കിലും ചെയ്യണം. അമേരിക്കയിൽ പോയത്. അല്ല അമേരിക്കയിലൊന്നും പോയില്ല. അത് അല്ല നിന്റെ ബുർഷ ചരിത്രം പറ. അല്ല പിന്നെ അപ്പം ഞാൻ അവിടുന്ന് അവിടുന്ന് ഇറങ്ങിയപ്പോൾ അതെ വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ വർക്ക് സൈറ്റിൽ ഞാൻ കുറച്ച് കാലം ഉണ്ടായി. അപ്പം അവിടുന്ന് അവിടെ ഒരു 6 മാസം വർക്ക് ചെയ്തു. ഈ ഗവൺമെന്റ് ജോലി നാട്ടിൽ എല്ലാവർക്കും ഭയങ്കര കാര്യമില്ലേ. ഈ ഗവൺമെന്റ് ജോലി വിട്ട് വേറെ പ്രൈവറ്റ് ജോലി ചെയ്യാനത്തുള്ള വീട്ടുകാരെ പ്രഷറും നാട്ടുകാരെ അതൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടുകാരെ പ്രഷർ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ വീട്ടുകാർക്ക് എല്ലാവർക്കും താല്പര്യം അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമായിരുന്നു. ബിക്കോസ് എല്ലാവരും പറയുന്ന പോലെ ഒരു സ്റ്റെബിലിറ്റിയും സേഫ്റ്റിയും ഇതൊക്കെയാണ്. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിനക്ക് എപ്പോഴും ജോലി ഉണ്ടാവും, പിന്നെ അത്യാവശ്യം മോശമില്ലാത്ത ശമ്പളം ഉണ്ടാവും, പിന്നെ അതിങ്ങനെ ഗ്രോ ചെയ്യാനുള്ള മീൻസ് ഗ്രോ എന്ന് പറയുമ്പം ഒരു വളരെ സ്ലോ ആയിട്ടാണെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴെങ്കിലും വരാം. അങ്ങനെയൊക്കെ ഇത് സ്റ്റെബിലിറ്റിയാണ് ഇതിൻ്റെ എല്ലാവരും വീട്ടുകാരൊക്കെ പറയുന്ന ഒരു മെയിൻ കാരണം. നിന്റെ പ്ലാനിൽ PSC ഉണ്ടായിരുന്നു? ഇല്ലടാ, കഴിവില്ലായിരുന്നു. എനിക്കറിയായിരുന്നു. എന്റെ ഉമ്മ ഇങ്ങനെ പറയുന്നത് PSC എഴുത് പക്ഷെ നമുക്കറിയാം നമുക്ക് എഴുതിയിട്ട് കിട്ടത്തില്ല, നമുക്ക് അത്രയും കഴിവില്ല അറിയാവുന്നതുകൊണ്ട് പിന്നെ അതിന് അല്ല ശരിക്കും അതിൽ ഈവൻ വൈഡർ ഡിസ്കഷൻസ് വേണം. അപ്പം ഇപ്പോൾ നമ്മൾ അതായത് ഇപ്പം അത്ര വെർത്താണോ ഇപ്പോൾ PSC ചെയ്ത് ഗവൺമെൻറ് ജോലിയിലേക്ക് കയറുന്നത് അത്ര വെർത്താണോ എന്നുള്ളൊരു ഡിസ്കഷൻ വേണം. ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ ഇരുത്തി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ സംഭവം അടുത്തൊരു എപ്പിസോഡ് വേണമെങ്കിൽ അതിനെക്കുറിച്ച്. അത് ശരിക്കും ഭയങ്കര വൈഡ് ടോപ്പിക്കാണ്. അതായത് അതിനെക്കൊണ്ട് എന്താ അത്രത്തോളം പ്രോസ് ഉണ്ടോ ഗവൺമെൻറ് ജോലിക്ക് എന്നുള്ളത്. പ്രോസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഒരു മനുഷ്യൻ എൻ്റെ കാഴ്ചപ്പാട് 2 വർഷവും 3 വർഷമൊക്കെ PSC ജോലി കിട്ടാൻ വേണ്ടി വളരെ ഒബ്സലീറ്റ് ആയിട്ടിരുന്ന് PSC പ്രിപ്പറേഷൻ മാത്രം ചെയ്യുന്നതിനോട് PSC എഴുതി കിട്ടാത്തവരുണ്ട്, കിട്ടിയവരുണ്ട്. അതിൻ്റെ അടുത്ത് വലിയ താല്പര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു വിൽ കീപ് ദാറ്റ് ഫോർ അനദർ ടൈം. അത് എനിക്ക് തോന്നുന്നു ടോപ്പിക്ക് കുറച്ചും കൂടെ സീരിയസ് ആവുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അവിടുത്തെ. ഓക്കെ അപ്പം ഓക്കെ നമ്മൾ പിന്നെ എപ്പോഴാണ് സ്വയം തോന്നി തുടങ്ങിയ നമ്മൾ നാട് വിടണം എന്ന് തോന്നി തുടങ്ങിയപ്പോഴും ഞാൻ പറയാതെ എനിക്ക് നാട് വിടാൻ തോന്നിയ കാരണം സംഭവം എന്തെന്നറിയാം. കാരണമല്ല, നമ്മൾ പഠിച്ച് കഴിഞ്ഞ് 2020 പഠിച്ച് തീരുമ്പോഴാണ് കറക്റ്റ് കൊറോണ. അവസാനത്തെ സെമസ്റ്റർ നമ്മൾ ഓൺലൈൻ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എക്സാംസ് ഉണ്ടായിരുന്നു, പക്ഷേ ഓൺലൈൻ ആയിരുന്നു, മറ്റേ എൻവയോൺമെന്റിൽ കുറവ്. അപ്പോൾ ആ സാധനം അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാർച്ചിലല്ലേ സ്ഥിരീകരിക്കുന്നത്, മാർച്ച് 2020 മുതൽ ഒരു നവംബർ വരെ വെറുതെ ഒരു ഇരിപ്പായിരുന്നു വീട്ടിൽ. പ്രത്യേകിച്ച് ഒന്നും എക്സാമൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് ഓപ്പൺ ബുക്കും അങ്ങനെ പാസ്സായി പോയി. പക്ഷേ ഈ പറയുന്ന പോലെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ സമയം വെറുതെ ഇരുന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ ചിന്തിക്കാൻ സമയം കിട്ടി. അങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ രാത്രി മൊത്തം ആരും കാണാൻ കൂടി പറ്റില്ലല്ലോ. ഇപ്പൊ രാത്രി ഇവനും ഞാനും ശബരിയും ഇടയ്ക്ക് ബാംഗ്ലൂർ എന്നിട്ട് ചെടിക്കച്ചവടം തുടങ്ങിയല്ലോ. ആദ്യം തന്നെ പ്രോഫിറ്റ് കണക്കൂട്ടിയിട്ടുണ്ടാവില്ല. പ്രോഫിറ്റ് വെച്ച് എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവും. അതില് നമ്മള് ആ പ്രോഫിറ്റ് വെച്ച് എന്ത് ചെയ്യണം ഒരു ചെറിയ തെറ്റി തുടങ്ങിയെന്ന് മനസ്സിലായപ്പോഴാ വേണ്ട ബിസിനസ്. ആ സമയത്ത് ഈ പ്ലാന്റ് ബിസിനസ് ഭയങ്കരമായിരുന്നു. ഈ കൊറോണ സമയത്ത് ഈ ഇൻഡോർ പ്ലാന്റ്സ് സംഭവം ഇപ്പോഴും ബാംഗ്ലൂർ ഐഡിയ തരാം, ക്യാപിറ്റൽ ഉണ്ടായാൽ മതി. ഓക്കെ, എന്നിട്ട് അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടെ നമ്മൾ രാത്രി എല്ലാവരും വട്ടത്തിൽ കുത്തിയിരുന്ന് ഗ്രൂപ്പ് കോൾ ചെയ്ത് ഇങ്ങനെ ചിന്തിക്കും. ആ ഒരു ലൂപ്പിൻ്റെ ഏതൊരു സമയത്ത് വന്നതാ. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കഴിച്ചിട്ടാവുന്ന കാര്യം ആലോചിക്കണം. അങ്ങനെ പോകുന്ന കാര്യം ആലോചിച്ചായില്ല എന്താ അവസാനം. അല്ല അപ്പം ഇതിപ്പം ഓക്കെ പോവാൻ തീരുമാനിച്ചു. അപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ എന്തെങ്കിലും കുറേ ക്രൈറ്റീരിയ നമുക്ക് ഓപ്ഷൻസ് മുമ്പ് പറഞ്ഞ ഗ്രൂപ്പ് 3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു: ഓസ്ട്രേലിയ, കാനഡ, UK. ഇതിൽ എനിക്ക് തോന്നുന്നു വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള കാനഡ. എനിക്ക് തോന്നുന്നു കാനഡ പക്ഷെ അന്ന് അത്രയ്ക്ക് ആൾക്കാർ വരുന്ന സമയമല്ലായിരുന്നു. നമ്മൾ വന്നതിന് ശേഷം തോന്നുന്നു കാനഡ. നമ്മൾ വന്ന സമയത്തും UK ഇപ്പം വരുന്ന അത്ര ആൾക്കാർ വന്നിട്ടില്ല. അല്ല ആ സമയത്താന്ന് തോന്നുന്നു മറ്റേ നിയമം മാറിയത്. അതായത് ഇവര് 2020
സെപ്റ്റംബർ ഇൻടേക്ക് മുതലാണ് ഇവിടെ UK-ൽ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം സ്റ്റേ ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ. ഇവർക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു പീരീഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു സമയത്ത് ഇവർ ഇത് ക്യാൻസൽ ചെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഓപ്പൺ ചെയ്യും, പിന്നെ ക്യാൻസൽ ചെയ്യും. എനിക്ക് തോന്നുന്നു പണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു ഈ സ്റ്റേ ബാക്ക്. പിന്നെ അവർ എടുത്തു കളഞ്ഞു. പിന്നെ തിരിച്ചു കൊണ്ടപ്പോഴാണ് നമ്മൾ ഈ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്ന് പറയുന്നത് 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഇതിലേക്ക് വന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എല്ലാവരും അട്രാക്ട് ചെയ്ത സംഗതിയായി. അതായത് ഓക്കെ പഠിച്ചു കഴിഞ്ഞാൽ 2 വർഷം ഇവിടെ നിൽക്കാം, ആ 2 വർഷത്തിൽ ജോലി കണ്ടുപിടിക്കാം എന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ സംഭവം പുഷ് ചെയ്യുന്നതും. അങ്ങനെ നാട്ടിൽ ഇപ്പോൾ ഏജൻസികളൊക്കെ പുഷ് ചെയ്യുന്ന PSW 2 വർഷം കൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു സെറ്റപ്പിൽ അതിലേക്ക് ഐ തിങ്ക് വിൽ ഗെറ്റ് ദർ. നാട്ടിൽ നിന്ന് വരാനുണ്ട് ഈ രാജ്യം സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 1 വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സിന് 1 വർഷത്തെ കോഴ്സല്ല, അവിടെ 2 വർഷത്തെ കോഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 1 വർഷം 20 ലക്ഷം 22 ലക്ഷം ഒക്കെ മിനിമം, ഏറ്റവും കുറഞ്ഞത് അങ്ങനെ ആവും. അപ്പം പിന്നെ 42 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്ത് വരാനുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് ഓസ്ട്രേലിയ എനിക്കൊന്നും ആദ്യമേ ക്യാൻസൽ ചെയ്യും. പിന്നെ കാനഡയും UK ആയിരുന്നു. കാനഡയിൽ അന്ന് എനിക്കറിയായിരുന്നു ഡിപ്ലോമ ആയിരുന്നു, മാസ്റ്റേഴ്സ്, അതായത് കോളേജ് യൂണിവേഴ്സിറ്റി അല്ല കോളേജ് ആയിരുന്നു. നമുക്ക് മാസ്റ്റേഴ്സ് ചെയ്യാനായിരുന്നു താല്പര്യം. നമുക്കൊരു സംഭവം ഇതില്ലെങ്കിലും നമുക്കൊരു പേടിയായിരുന്നു. എന്നിട്ട് ഈ പറയുന്ന പോലെ നാട്ടിൽ നിന്ന് മാസ്റ്റേഴ്സ് ചെയ്യാന്ന് പറഞ്ഞ് ഇതെടുത്ത്. പിന്നെ തണുപ്പ് ഒരു വലിയ ഫാക്ടർ ആയിരുന്നു തോന്നുന്നു. തണുപ്പ് പറ്റുന്ന നമുക്ക് തോന്നിയെങ്കിലും പിന്നെ നമ്മളൊരു വാഗമൺ ട്രിപ്പ് പോയായിരുന്നു. അപ്പൊ പറ്റില്ല മനസ്സിലായിട്ട് വേണ്ടത് വാഗമൺ ട്രിപ്പോട് കൂടി നമുക്ക് UK പോകാൻ പറ്റില്ല. പിന്നെ വൈഷൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞടാ, വൈഷ നമ്മളന്ന് വാഗമൺ പോയില്ലേ, കൊറോണ കഴിഞ്ഞ് തീർന്നപ്പോൾ നമ്മളെ വാഗമണിലൊരു റൂം എടുത്ത് പോയില്ലേ, തോമ പറഞ്ഞിട്ട് നിങ്ങള് UK പോകുന്നു. അല്ല, അത് നമ്മൾ കൊല്ലത്ത് വെച്ചാൽ. അപ്പൊ ആ വാഗമൺ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പിന് രാത്രി നമ്മള് ഹോട്ടലിൽ പോയി നമ്മളെല്ലാം റൂമിൽ പോയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് മേടിക്കാൻ തിരിച്ചിറങ്ങിയത് ജാക്കറ്റും ഒന്നും തോന്നില്ല കയ്യിൽ. എന്നിട്ട് ഫുഡ് മേടിക്കാൻ ഇങ്ങനെ കടയുടെ പുറത്ത് ഫുഡിന് വേണ്ടി ഓർഡർ എടുത്തിട്ട് വെയിറ്റ് ആക്കുക. ഞാൻ ഇങ്ങനെ കിടക്കുക. ഇത് കണ്ടിട്ട് വൈശാഖൻ്റെ അടുത്ത്, നീയാണോ കാനഡ പോകുന്നത്? കാനഡ പോയിട്ട് എന്തൊക്കെ പറ്റില്ല മോൻ. ഓക്കെ ഗൈസ്, നമ്മൾ മാച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ പിന്നെയും ബ്രേക്ക് എടുക്കേണ്ടി വന്നു. നമ്മൾ UK എത്തിയിട്ട് എല്ലാവരും അത് വേണമെങ്കിൽ ഒന്ന് ബ്രീഫ് ചെയ്യാം. ഞാൻ പറയാം, എല്ലാവരും UK-ൽ വന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നാട്ടിൽ നിന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ട് വന്നു. പഠിക്കാനായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ അങ്ങ് എത്തി. പിന്നെ UK-ൽ എത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രം ഇയർ 1 എന്തൊക്കെയായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പ്രശ്നങ്ങൾ എന്നല്ല, വാട്ട് വാസ് ഗുഡ്, വാട്ട് വാസ്. എല്ലാവരും പഠിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഗോ ത്രൂ ചെയ്യുന്നത് നമ്മളും പോയിട്ടുള്ളൂ എല്ലാവരും. അപ്പം അതിൻ്റെ ഓരോരോ സിറ്റുവേഷനിൽ ഓരോ സംഭവങ്ങൾ. അപ്പം നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ എല്ലാവരും സെർച്ച് ചെയ്യുന്ന പോലെ നമ്മളും മറ്റേ പാർട്ട് ടൈം ജോബ്സ് തപ്പി നടന്നു. എനിക്ക് പാർട്ട് ടൈം ജോലി കിട്ടാൻ പാടായിരുന്നു UK-ൽ, അത് എളുപ്പമായിരുന്നു. അത് ഇറ്റ്സ് എ മിക്സ്ഡ് റെസ്പോൺസ്. പാർട്ട് ടൈം കിട്ടാൻ എളുപ്പമായിരുന്നു വെച്ചാൽ എനിക്ക് ആക്ച്വലി ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് കുറച്ചാഴ്ച മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടായ ഫീൽഡിലുള്ള കമ്പനീസ് ഞാനിങ്ങനെ വെറുതെ ഗൂഗിളൊക്കെ ചെയ്ത് ഇന്ന നാട്ടിൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നില്ലേ പാർട്ട് ടൈം? ആക്ച്വലി ഉണ്ടായി, വർക്ക് ഫ്രം ഹോമും ഉണ്ടായി. അതായത് അപ്പോൾ അങ്ങനെ കുറച്ച് എൻ്റെ ഫീൽഡിലുള്ള കുറച്ച് കമ്പനി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ അവർക്കൊക്കെ വെറുതെ റാൻഡമായിട്ട് മെയിൽ അയച്ചുകൊണ്ടിരുന്നു. ഓക്കെ, ഞാനിങ്ങനെ പഠിക്കാൻ വരുന്നുണ്ട്, ഓക്കെ എനിക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ജോലി ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ ക്വാറന്റൈനിലിരിക്കുന്ന സമയത്ത് ഒരാൾ റിപ്ലൈ തന്നു, ഓക്കെ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് മെയിൽ അയച്ചിട്ട് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ പിന്നെ ഞാനൊരു ദിവസം അങ്ങനെ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തു, 1 ആഴ്ച വെയിറ്റ് ചെയ്തു, 2 ആഴ്ച വെയിറ്റ് ചെയ്തു, പിന്നെ റെസ്പോൺസ് ഒന്നും ഇല്ല, വേറെ പാർട്ട് ടൈം ഒന്നും കിട്ടാത്തപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഇയാളെ ഷോപ്പിലേക്ക് ഞാൻ പോയി. ഇയാള് ഈ ഒരു ബിസിനസ്സാണ്, ഒരു മറ്റേ ലോക്ക് സ്മിത്താണ്, മറ്റേ ആർക്കിടെക്ചറൽ അയൺമോങ്കറി ലോക്കൊക്കെ വിൽക്കുന്നൊരു ഷോപ്പാണ്. അപ്പം ആ ഷോപ്പിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ടായി, എനിക്കിങ്ങനെ റെസ്പോൺസ് കിട്ടി, പക്ഷെ പിന്നെ മെയിൽ നിന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അകത്ത് കയറിയതൊക്കെ പറഞ്ഞിട്ട് അയാൾ അപ്പം തന്നെ ഓക്കെ എന്നാൽ പിന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ, പിന്നെ വേറെ ഒരാളായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ നിന്നെ എടുത്തിരിക്കുന്നത്. അത് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര രസമാണ്. അതായത് എൻ്റെ ഫീൽഡിൽ തന്നെ പാർട്ട് ടൈം ജോബ് ഞാൻ, അതായത് രാവിലെ പോവും, 9 മണിക്ക് പോവും, ഉച്ചയാകുമ്പോൾ തീരും, ഞാൻ നടന്ന് തിരിച്ചു വരും. ഇടയ്ക്ക് സൈക്കിൾ ഉണ്ടായി. എന്നിട്ട് ഇപ്പോൾ അങ്ങനെ പിന്നെ ഒരു സമയത്ത് വർക്ക് ഫ്രം ഹോമും കിട്ടി പാർട്ട് ടൈമിന്. അങ്ങനെ കിട്ടി. പക്ഷെ പെട്ടെന്ന് തന്നെ ആ കമ്പനി പൂട്ടിപ്പോയി.
കമ്പനി പൂട്ടി പോയിന്നല്ല, നിന്റെ പ്രവർത്തന മികവ് കൊണ്ടാണെന്ന് എൻ്റെ പ്രവർത്തന മികവിൻ്റെ പ്രശ്നമല്ല. അയാൾ സംഭവം കമ്പനീൻ്റെ 2 ബിസിനസ് ഹോൾഡേഴ്സ് ആയിരുന്നു. അവർക്ക് രണ്ടാൾക്കും 2 വിഷനായിരുന്നു. അങ്ങനെ അവർ കോൺഫ്ലിക്റ്റ് ആയി, അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു. എന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ അത് പോയി. പിന്നെ ഒരു പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ കുറച്ച് നിന്നെ പറഞ്ഞു പറഞ്ഞു വിട്ടു. എന്നിട്ട് അപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ട് ടൈം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവസാനം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒരു വെയിറ്ററും അങ്ങനെയൊക്കെ ആയിട്ട് ജോലി കിട്ടി, ഒരു ഡിഷ് വാഷറൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് പിന്നെ പാർട്ട് ടൈം. എനിക്ക് സത്യം പറഞ്ഞാൽ എളുപ്പമായിരുന്നു. 10 ദിവസം ഞാൻ UK വന്നിട്ട് ഒരു 10 ദിവസം ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. അന്ന് ഒരു 10 ദിവസം നിങ്ങൾക്കൊക്കെ ഹോട്ടൽ കുറെ 2 മാസം ഉണ്ട്. പക്ഷെ എനിക്ക് 10 ദിവസം ഞാൻ അത്ര 10 ദിവം ഹോട്ടൽ ക്വാറന്റൈൻ ആണെന്ന്. എനിക്ക് ഹോട്ടൽ ക്വാറന്റൈൻ ഇല്ലായിരുന്നു, ഞാൻ ഹൗസ് ക്വാറന്റൈൻ. നിങ്ങൾക്ക് എത്ര ദിവസം? 10 ദിവസമായിരുന്നു, പക്ഷെ ഹോട്ടൽ ക്വാറന്റൈൻ ആയിരുന്നു, ഹൗസ് പറ്റില്ല. അങ്ങനെ ഞാൻ 10 ദിവസത്തിൽ ടെറിൻ ഒരു ലൈക് ടെസ്കോ കണക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങനെ. അതുകൊണ്ട് ഇവൻ പറഞ്ഞു ഹോം ബാർഗെയിൻസ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു അപ്ലൈ ചെയ്ത് എനിക്കൊന്നൊരു 10 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഒരു 13-ാം ദിവസം എനിക്ക് ജോലി കിട്ടി. ജോലി ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂവിന് പോയിട്ട് ഇവര് സ്കോട്ടിഷ് ഇംഗ്ലീഷ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് ജോലി കിട്ടിയോ ഇല്ലയോ എന്ന് കൂടി ഇവര് ഫോം വിളിച്ചു പറഞ്ഞു. എനിക്ക് ഉറപ്പില്ല, മനസ്സിലായില്ല ജോലി കിട്ടിയോ ഇല്ലയോ. എന്നിട്ട് അവസാനം മെയിൽ വരാനത്താണ് എനിക്ക് മനസ്സിലായ ഓക്കെ ജോലി കിട്ടി. ഇങ്ങനെ അതുകൊണ്ട് ട്രെയിനിങ് ഉണ്ട്. അങ്ങനെ എനിക്ക് എളുപ്പമായിരുന്നു സത്യം പറഞ്ഞാൽ പാർട്ട് ടൈം കിട്ടാൻ വേണ്ടി UK. എനിക്കോ? ഞാനും ഈ ഹോം ബാർഗെയിൻ ചെയ്ത് തന്നെ ജോലി. എനിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വന്നിട്ട് ഞങ്ങളിവിടെ എത്തുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഹോട്ടൽ ക്വാറന്റൈൻ ഉണ്ടായിരുന്നു ഒരു 10 ദിവസം. അപ്പോൾ ഞാനും ശബരിയും കൂടെയാണ് ഈ ഹോട്ടൽ ക്വാറന്റൈൻ. നമുക്ക് റൂം എടുത്തിട്ട് നല്ല പൈസയാണ്, 2000 പൗണ്ട് എന്തോ ആയിരുന്നു, 2400 പൗണ്ട് 10 ദിവസത്തേക്ക് ആ ഹോട്ടലിൽ കൊടുത്തിട്ട് നമ്മൾ ക്വാറന്റൈൻ ചെയ്യണം. അതോടെ നമ്മളിവിടെ വന്നപ്പം ഉപയോഗിക്കാനിരുന്ന എക്സ്പെൻസസും അതിനുവേണ്ടി നമ്മൾ വെച്ചിരുന്ന പൈസയൊക്കെ അങ്ങനെ അവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് എനിക്ക് തോന്നുന്നു 10 ദിവസം, അത് ലണ്ടനിലായിരുന്നു. നമ്മൾ ലണ്ടനിൽ ഇറങ്ങി. ലണ്ടനിൽ നിന്നിട്ട് അവിടെ നിന്ന് അടുത്ത ദിവസം ബസ് കയറി, 10 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ അടുത്ത ദിവസം ബസ് കയറി നാട്ടിൽ വന്നു. ബേസിക്കലി നമ്മൾ ഗ്ലാസ്ഗോയിൽ എത്തുന്നത് എനിക്ക് തോന്നുന്നു മെയിലാന്ന് തോന്നുന്നു. മെയിലെത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ എന്താ എനിക്ക് തോന്നുന്നു ജൂലൈ ഓഗസ്റ്റിലാണ് എനിക്ക് ഫസ്റ്റ് സാലറി ഇടാൻ. ജൂലൈ ലാസ്റ്റ് വീക്ക് എന്തോ എനിക്ക് ഈ ഹോം ബാർഗെയിൻ ചെയ്ത് തന്നെ നമ്മുടെ കൂടെ പഠിച്ച എൽനി, ഞാനും ബാസി ഒരു കോഴ്സ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന എലനി എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഗ്രീസ് എന്നുള്ളൊരു കുട്ടി. അപ്പോൾ പുള്ളിക്കാരി അപ്പോൾ ഹോം ബാർഗെയിൻസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞിട്ട് നീ അപ്ലൈ ചെയ്ത് നോക്ക്, ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കെന്ന് പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞിടത്തൊക്കെ അപ്ലൈ ചെയ്ത്. പിന്നെ ഇവരുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എല്ലാം ഏതാണ്ട് ഇവർക്കൊരു സർട്ടൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓൾറെഡി എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയി. അങ്ങനെ ചെന്ന് സംസാരിച്ച് ഇൻ്റർവ്യൂ ഇൻ-പേഴ്സൺ ഇൻ്റർവ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അപ്പം തന്നെ എൻ്റെ അടുത്ത് പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾക്ക് ജോലി കിട്ടി, നിനക്ക് എന്നാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് വരെ എനിക്കത് പഠിത്തം തീരുന്ന വരെ ജാനുവരി 2022 വരെ അവിടെ തന്നെ ജോലി ചെയ്ത് പാർട്ട് ടൈം. ഇത് ഈ പറയുന്ന പോലെ 20 മണിക്കൂർ ഷിഫ്റ്റ്, 16 മണിക്കൂർ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. 16 മണിക്കൂർ, 4 മണിക്കൂറിൻ്റെ 4 ഷിഫ്റ്റ്. UKയിൽ 20 hours വർക്ക് ചെയ്യാൻ പറ്റൂ ആസ് എ സ്റ്റുഡൻറ്. അതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതായിരുന്നു എൻ്റെ പാർട്ട് ടൈമിൻ്റെ പേ ഒക്കെ എങ്ങനെയായിരുന്നു? ഐ മീൻ ജസ്റ്റ് ഫോർ എല്ലാവരും നോളേജിന്. വീക്ക്ലി നമ്മൾ തുടങ്ങുമ്പോൾ 9 എന്തോ പെർ അവർ, 8 സംതിങ് ആയിരുന്നു തുടങ്ങാൻ നേരത്ത്. പിന്നെ ഒരു ഇൻക്രീസ് കിട്ടി 9 point something ആയിരുന്നു, 9 something pounds per hour ആയിരുന്നു. എനിക്ക് തോന്നുന്നു വീക്കിലി നമ്മുടെ കയ്യിലൊരു 143 പൗണ്ടോ 120 പൗണ്ടോ 143 പൗണ്ടോ എന്തോ വരുമായിരുന്നു അന്ന്. അന്നൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. 150 പൗണ്ട് ഉണ്ട് എല്ലാം. സാലറി കൂടുതലാണ്, ചെലവ് കൂടുതൽ. അന്ന് സത്യം പറഞ്ഞ സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ ടിക്കറ്റ് എടുക്കായിരുന്നു, അത് കഴിഞ്ഞ റെന്റ് ആ പൈസ കൊണ്ട് ഈ പറയുന്ന പോലെ അല്ല. പക്ഷെ അതിന് ടിക്കറ്റ് എടുത്തിട്ടില്ല. നല്ല ജീവിതം. അല്ല, ഈ റെന്റിന്റെ എന്താ ഈ സാലറിയുടെ മെയിൻ ചെലവ് എന്ന് പറയുന്നത് റെന്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഹൗസിങ് കണ്ടുപിടിക്കാൻ ഇപ്പം എല്ലാവരും ഇപ്പം നാട്ടിൽ എല്ലാവരും പറയുന്ന സംഗതിയായി ഇങ്ങനത്തെ നാട്ടിൽ പോയാൽ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എല്ലാവർക്കും? ഉണ്ട്, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആദ്യം
നമ്മൾ ആദ്യം വന്നപ്പോൾ ഞാനും ശബരിയും കൂടെ എടുത്തിരുന്ന വീട് സൗത്ത് എൻഡിലാണ്. മോനെ നീ നമ്മുടെ വീട്ടിലോട്ടല്ലേ വന്നത്, നമ്മൾ ഓൾറെഡി വീട് എടുത്തിട്ട് അതിലോട്ട് കയറി താമസിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനല്ല, അതാണ് അത് ഇത് വലിയൊരു പോയിന്റ്. അതായത് നമുക്കൊരു നാട്ടിൽ പോയിട്ട് അവിടെ അതെന്റെ പ്ലാനായിരുന്നു. അതെ നിന്റെ പ്ലാൻ കൊള്ളാം, അതിന്റെ റിസർച്ച് കൊള്ളാം. അവിടെയാണ് എന്റെ പ്ലാനിങ് തെറ്റിയത്. അത് നമ്മൾക്കിപ്പോൾ ഒരു നാട്ടിൽ പോയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ ഫസ്റ്റ് ടൈം തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ വീട് എവിടെയാ തപ്പണ്ടെന്ന് പോലും അറിയില്ല, ഇനി തപ്പിയാലും കിട്ടില്ല. നിങ്ങൾക്ക് ആദ്യത്തെ ഭയങ്കര ബാഡ് ആയിട്ട് നല്ല പാടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ആ വീട് എടുക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് തന്നെ റെൻ്റൊക്കെ ഈ ഫോറക്സ് വഴി പേ ചെയ്തിട്ട് എന്തോ ഈ ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇത് കിട്ടി. അങ്ങനെ അപ്ലൈ ചെയ്ത് ഈ പറയുന്ന പോലെ എന്തായാലും നാട്ടിൽ നിന്ന് പൈസയൊക്കെ അയച്ചു കൊടുത്ത് സെറ്റാക്കി വന്നേ. പക്ഷെ നമ്മളിവിടെ വന്നപ്പം പടത്തിൽ കണ്ടോല്ലായിരുന്നു, ഒരു റൂം ഭയങ്കര മറ്റേത് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ റൂമും പടത്തിൽ ബാൽക്കണി, സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒരു സ്റ്റുഡിയോ റൂമും 2 റൂമാണ്. ഒരു 4 ബെഡ്റൂമുള്ള ഫ്ലാറ്റിലെ 2 റൂമാണ് നമ്മൾ റെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2-ന് 350 പൗണ്ട് വെച്ചെന്തോ. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എന്താ ഒരു റൂം ഇത്ര കുടിച്ച് ഒരൊറ്റ ബെഡ്, ഇങ്ങനെ ഒരു സിംഗിൾ ബെഡ് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു റൂം. എന്നിട്ട് അതൊക്കെ ആയിട്ട് നമ്മൾ പുള്ളിക്കാരനായിട്ട് ഇങ്ങനെ സംസാരിച്ച് പുള്ളിക്കാരൻ പറഞ്ഞ് കൂടുതൽ പൈസ തരണമെന്നോ എന്തൊക്കെയൊക്കെ പറഞ്ഞു. നമ്മളത് പറ്റില്ല, കൂടുതൽ പൈസ എന്നാൽ താഴെ കുറച്ചും കൂടെ നല്ലൊരു റൂമുണ്ട് ആ ഫ്ലാറ്റിൽ തന്നെ, അത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു അല്ല, ഈവൻ മോർ ദാൻ റൂമിന്റെ ഫെസിലിറ്റീസ് അയാൾ ഭയങ്കര റൂഡ് ഒരു മനുഷ്യനായിരുന്നു അല്ലേ അയാൾ. അതായത് നമുക്ക് അവിടെ ബേസിക് ഫെസിലിറ്റീസ് പോലും ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ അവർ ചെയ്തു തരാൻ ബുദ്ധിമുട്ട്. കുറച്ച് ടോയ്ലറ്റ് ക്ലോഗ് ആവുന്ന സീനും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ പറയുന്ന പോലെ മെയിൻ്റനൻസ് ഒക്കെ പറഞ്ഞപ്പോൾ അയാൾ നമ്മുടെ അടുത്ത് ഇത് ഇങ്ങനെ പറഞ്ഞു, എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോക്കോളാം. അതൊരു ആറ്റിറ്റ്യൂഡ്. ബേസിക്കലി ഈ നാട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു വീടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അടുത്ത ദിവസം നമ്മൾ നോട്ടീസ് കൊടുത്ത് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളി രക്തം തിളച്ചു. തിളക്കണ്ടേ വെറുതെ ഒരാവശ്യമില്ല. എന്നിട്ടൊരു പാച്ചിലുണ്ടായിരുന്നു. ഇവനും അപ്പം ഉണ്ട്, ബാസിയുണ്ട്, ഞാനും ശബരിയും ബാസിയുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഞാനൊരു സ്റ്റുഡന്റ് അക്കോമഡേഷനിൽ നിന്നിരുന്നത്. എന്നിട്ട് അപ്പം നമ്മൾ 3 പേരും കൂടെ പിന്നെ കുറേ റൂം ഹണ്ടിങ്ങും അങ്ങനെ വിളിച്ച് അവസാനം ഡ്യൂക്ക് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് സിറ്റിയിൽ നിന്ന് 1 മൈൽ ദൂരെ കോളേജ് യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാത്ക്ലൈഡ് ഗ്ലാസ്ഗോയിൽ പഠിക്കുന്നവർ കൂടെ താമസിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. ശരി ആലോചിച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മള് കുറെ പൈസ കൊടുത്തിട്ട് ഒരു യൂണിവേഴ്സിറ്റി വന്നിട്ട് നമ്മൾ കൊറോണ ടൈമിൽ വന്നോണ്ട് ഞാൻ ലിറ്ററലി ഒരു വട്ടേ യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ട്. ലൈക് ലൈബ്രറിയിലും മറ്റേ യൂണിയനിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ക്ലാസ് ആയിട്ട് എല്ലാം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പക്ഷെ ഒരെണ്ണം ലൈക്ക് ഇൻ പേഴ്സൺ ഒരു ക്ലാസ്സേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ശരിക്കും ആ ഫേസ് ടു ഫേസ് ക്ലാസ് കിട്ടാത്തപ്പോ തന്നെ ഒരു ക്ലാസ്സിന് നമ്മൾ പോയി. ലാപ്ടോപ്പ് എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് അല്ല, എൻ്റെ കയ്യിൽ പേനുണ്ട്, ബുക്കില്ല. അവൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ട്, ചാർജർ ഇല്ല. എന്നിട്ട് ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് ഇങ്ങനെ തലയും ഓക്കെ. വേറൊരുത്തന് ആകെ കിട്ടിയത് ഒരു ക്ലാസ്, അന്ന് അവൻ കിടന്നുറങ്ങി. ആളെ നമ്മൾ വേറെ എപ്പിസോഡിൽ കാണിച്ചു, എപ്പിസോഡിൽ വരും ആള്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ സോ ബേസിക്കലി ഈ പറയുന്ന ഒരു റൂം കിട്ടി, ഡ്യൂക്ക് സ്ട്രീറ്റിലൊരു റൂം കിട്ടി. അവിടെ പിന്നെ ഞാനും ബാസിയും ശബരിയും കൂടെ കുറച്ച് നാൾ താമസിച്ചു. അത് കഴിഞ്ഞ് എനിക്കൊന്ന് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സുഹേൽ വന്നു. എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ കുറച്ച് ഓരോരുത്തർ വന്നു പോയി. അതാ അല്ലേ നമ്മള് എത്ര ആൾക്കാർക്ക് അഭയം കൊടുത്തു. എന്താ വേറെ ക്യാമറ ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, നമ്മൾ അഭയം കൊടുത്ത ആൾക്കാർ. അവരെ നമ്മള് അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവരുന്നതായിരിക്കും. പണ്ട് അവനെ എപ്പിസോഡിൽ കൊണ്ടുവരുന്ന വഴിക്ക് അവൻ്റെ കഥ പറഞ്ഞു തരാം നമുക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മറ്റേ റെന്റിങ്ങിന്റെ പരിപാടികൾ. ബുദ്ധിമുട്ടാണ് ശരി. അപ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടാന്ന് പറയുന്നതിൽ നോ കൺസേൺസ്. ബിക്കോസ് ഇപ്പം എനിക്ക് തോന്നുന്നു അതിലും ബുദ്ധിമുട്ടാണ്. ഇപ്പം അതിലും ബുദ്ധിമുട്ടാണെന്നല്ലേ. യെസ്, സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ വന്നതിന് അത്രയും ഇപ്പം ഇല്ല. അപ്പം ലൈക്ക് അക്കോമഡേഷൻ കിട്ടാൻ കുറച്ചും കൂടി പക്ഷെ എന്നാലും പ്രശ്നം എനിക്കിപ്പം ഈ പറയുന്ന പോലെ നമ്മൾ അന്ന് 650 പൗണ്ടായിരുന്നു ആ 3 ബെഡ്റൂം ഫ്ലാറ്റ് നമ്മൾ റെന്റ് കൊടുത്തത്. അത് സിറ്റിയിൽ നിന്ന് 1 മൈൽ ദൂരം. ഇപ്പോൾ ഇവർക്ക് ഫുൾ ടൈം ക്ലാസ് ഉണ്ട്. നമ്മുടെ എനിക്ക് ഓൺലൈനും അല്ല, ഇൻ പേഴ്സൺ ക്ലാസ്സുകളുണ്ട്. സിറ്റിയുടെ പ്രോക്സിമിറ്റിയിൽ ഈ പറയുന്ന പോലെ 1 മൈലോ അല്ലെങ്കിൽ 2 മൈലോ ചുറ്റളവിൽ നമുക്ക് വീട് കിട്ടിയില്ലെങ്കിൽ, ഫ്ലാറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവർ
ഫ്ലാറ്റിനൊരു പൈസ കൊടുക്കണം, പിന്നെ ഈ പറയുന്ന പോലെ ഇവർ ഇതിൻ്റെ കമ്മ്യൂട്ടിനൊരു പൈസ കൊടുക്കണം. ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല, ഫ്ലാറ്റിനൊക്കെ ഇപ്പം നല്ല വിലയുണ്ട്. 650 പൗണ്ടിനൊന്നും ഇപ്പം ആ വീട് നമ്മൾ ഇറങ്ങാൻ കാരണം, നമ്മൾ നിന്ന വീട് 650 1200 പൗണ്ട് എന്തോ ഒരു റെൻ്റ് ആക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കാരണം. അപ്പോൾ ആ 1200 പൗണ്ടും കൊടുത്ത് ഈ പറയുന്ന പോലെ പിന്നെ കമ്മ്യൂട്ടിനൊരു പൈസയും കൊടുത്ത് ഈ പറയുന്ന കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലി 20 മണിക്കൂർ മാത്രം ജോലി ചെയ്ത് എത്ര ഫീസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾക്ക് കറക്റ്റ് പാർട്ട് ടൈം കിട്ടിയുണ്ട്. ഇവിടെ കുറെ സ്റ്റുഡൻസ് 5 പൗണ്ട് 5 പൗണ്ട് 6 പൗണ്ടിനൊക്കെ ലൈക്ക് അത് അക്കൗണ്ട് അല്ലേ, ലൈക്ക് ക്യാഷ് ഇൻ ഹാൻഡ് പണിയെടുക്കുന്നുണ്ട്. അല്ല ഇതിപ്പം ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി ശരിക്കും ആലോചിച്ച് നോക്കിയാൽ കുറേ പ്രശ്നങ്ങളാണ്. അതായത് ഇവിടെ വന്നാൽ പഠിക്കും വേണം, മറ്റേ പാർട്ട് ടൈം ജോലി ചെയ്യണം, ഇതുപോലെ സ്വന്തമായിട്ട് വീട് കണ്ടുപിടിക്കണം, അതിൻ്റെ റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടും അതിനേക്കാൾ എന്തെങ്കിലും ലാഭം കാണുന്നുണ്ടോ, അതായത് ഇൻ ഫ്യൂച്ചറോ? സംഭവം അത് ഓക്കെ. ഇനി അതിലൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറേ ഒരു ഭാഗ്യം ഫാക്ടർ ഉണ്ട്. ഓണസ്റ്റ് ഇപ്പോൾ ഇതെല്ലാം സഹിച്ചു. ഈ 2 വർഷം PSW കഴിയുമ്പോൾ വിസ അടിച്ച് കിട്ടാവുന്ന കൊള്ളാവുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഫീൽഡിലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ട്രയൽ എല്ലാം ബിക്കംസ് വർത്ത്ലെസ്. ഈ പറയുന്ന പോലൊരു ഇപ്പം എനിക്ക് ഇപ്പം ഒരു ജോലി കിട്ടി. എന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യം ഫാക്ടറിൽ മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയത്. ഒരു വലിയ ഗെയിമുണ്ട്. കാരണം എന്നെക്കാളും ഈ പറയുന്ന പോലെ എക്സ്പീരിയൻസോ കഴിവോ ഉള്ളവർക്ക് ഈ പറയുന്ന പോലെ അത് കിട്ടാത്തപ്പം ഒരു ഭാഗ്യം ഫാക്ടർ, ഞാൻ അതിന് ഭാഗ്യം ഫാക്ടർ ആണത്. അത് നമ്മൾ ഒരു നമുക്ക് സ്വയം നമ്മൾ ഓക്കെ നമ്മൾ അതിന്റെ ഇവിടെയൊക്കെ എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ചിലപ്പോൾ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഒരു റാൻഡം പൂളല്ലേ നീ ആലോചിച്ച്, ഭയങ്കര റാൻഡം ആയിട്ട്. അത് എല്ലാവർക്കും, നിനക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും അങ്ങനെ ഒരു ജോലി കിട്ടുന്ന ഒരു സാധനം അങ്ങനെ. അപ്പോൾ അതായത് പഠിച്ച ഫീൽഡിൽ തന്നെ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു കരിയർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ എഫേർട്ട് ഇസ് വർത്ത് ഇറ്റ്. പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ഈ പറയുന്ന പോലെ ഈ നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ അത് തിരിച്ചടയ്ക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അത് വൺ സൈഡ് ഓഫ് തിങ്സ്. ഈ പറയുന്ന പോലെ ലോൺ അടയ്ക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ അങ്ങനെ പോകുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. കിട്ടിയ ജോലിയിൽ അതിലും ഡിപ്രസിങ് ആണ് എനിക്ക് തോന്നുന്നു. ഈ പറയുന്ന പോലെ ഇവിടെ നിൽക്കാൻ വേണ്ടി ലോൺ അടയ്ക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും ഒരു തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ജോലി. ഇപ്പം ചിലപ്പോൾ ഹോട്ടലിലൊക്കെ ഈ പറയുന്ന പോലെ ഇവിടുത്തെ ടേക്ക് അവേയിലൊക്കെ വിസ അടിച്ചു കൊടുത്ത് നിർത്തും പിള്ളേരെ. പക്ഷേ അവർക്ക് ഈ പറയുന്ന പോലെ ഇവിടുത്തെ നമുക്ക് തന്നെ അറിയാവുന്ന കുറേ ആൾക്കാർ ഈ പറയുന്ന പോലെ വളരെയധികം എക്സ്പ്ലോയിറ്റഡ് ആണ്. മിനിമം വേജ് കൊടുക്കില്ല, അവർക്ക് വിസ അടിച്ചു കൊടുക്കും പക്ഷെ മിനിമം വേജ് കൊടുക്കില്ല. പണി ഇപ്പം 7-6 ദിവസം ഷിഫ്റ്റ്, രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ ഷിഫ്റ്റ്. ഇതൊക്കെ ചെയ്ത് വളരെ എക്സ്പ്ലോയിറ്റഡ് ആയിട്ടൊരു ജീവിക്കുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്ന് അങ്ങനെ പെട്ടുപോയ കുറേ മനുഷ്യരുണ്ട്, പിന്നെ രക്ഷപ്പെട്ടവരും ഉണ്ട്. അതിലെനിക്ക് തോന്നുന്നു പിന്നെ ലാസ്റ്റ് ഒരു 1.5-2 years ആയിട്ട് ഈവൻ മോർ ഡിഫിക്കൽട്ട്. അവർ ഇപ്പോൾ നമ്മൾ ജോലി കിട്ടാനുള്ള ത്രഷോൾഡ്സ് ഒക്കെ കൂട്ടി, അതായത് വിസ അടിച്ച് കിട്ടാനുള്ള ത്രഷോൾഡ് കൂട്ടി, മിനിമം സാലറി കൂട്ടി. 38,000 ആണ് ഇപ്പോൾ ബേസിക്. ഒരു ഗ്രാജുവേറ്റിന് ആ ഒരു എമൗണ്ട് ഒരു കാലത്തും ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഇയർ ഓഫ് എംപ്ലോയ്മെന്റിൽ കിട്ടും. എനിക്കറിയില്ല, സ്കോട്ട്ലൻഡിൽ കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല IT അങ്ങനെ വല്ലതും അറിയില്ല. കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എൻ്റെ കമ്പനി ഇപ്പം കൊടുക്കുന്ന ഈ വിസ ക്രൈറ്റീരിയ ഉണ്ടായത് സ്റ്റാർട്ടിങ് സാലറി മിനിമം ത്രഷോൾഡ് വെച്ചാണ് സ്റ്റാർട്ടിങ് സാലറി കൊടുക്കുന്നത്. വെച്ചാൽ അവർക്ക് മറ്റേ വിസ കിട്ടാൻ വേണ്ടി അവർ എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എഞ്ചിനീയേഴ്സിന് മിനിമം സാലറി അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡായിട്ട് പോസിറ്റീവായിട്ട് വരുന്നത് അതാണ്. അതായത് ഇപ്പം കമ്പനീസ് ആർ ഫോഴ്സ് ടു ഇത്ര വേജ് ആക്കാൻ വേണ്ടി അപ്പോൾ അവർക്ക് സ്പോൺസർ ചെയ്യും. ബിക്കോസ് എനിക്ക് തോന്നുന്നു എന്തായാലും ഇവിടെ ആൾക്കാരെ ആവശ്യമില്ലാത്തതുകൊണ്ടൊന്നല്ലോ, എന്തായാലും സ്കില്ലിൻ്റെയും ടാലൻറ്റിൻ്റെയും വർക്ക് ഫോഴ്സിൻ്റെ ആവശ്യം എന്തായാലും കൂടുന്നുള്ളത്, അതിലൊന്നും കുറവ് വരുന്നില്ല. പക്ഷേ ഇത് ജസ്റ്റ് അപ്പോൾ അതിലേക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഫ്ലിപ്പ് സൈഡിൽ പോസിറ്റീവായിട്ട് ചിലപ്പോൾ മിനിമം സാലറി കൂട്ടുന്നതും നല്ലതായിട്ട് വരാം. പക്ഷേ ഇപ്പോൾ നമ്മൾ അതും ഫീൽഡ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ പല ഫീൽഡും അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ വേണ്ടാത്ത ഫീൽഡാണ് നമ്മളെങ്കിലുണ്ട്. പിന്നെ എനിക്ക് അറ്റ് ദി മൂമെൻറ്റ് ഞാൻ പറയും പോയിൻറ്റ്ലെസ് ആണ് ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നത്. അതിലും വേറെ രണ്ട് തോട്ട് പ്രോസസ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഞാൻ പണ്ട്
ഞാൻ പണ്ട് മാസ്റ്റേഴ്സിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഈ എൻവയൺമെൻറ്റൽ ഫീൽഡിൽ മാസ്റ്റേഴ്സ് ചെയ്ത ഒരു 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 ഗേളിനോട് ചോദിച്ചു, എന്താ ഈ ഈ ഈ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ റിപ്ലൈ ഞാനങ്ങനെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ സാധനം പഠിച്ചത്. അല്ല യു കെ വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ജോലി കിട്ടാനൊന്നുമല്ല, പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതാ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഇന്ന സാധനം പഠിക്കണം, അതിൽ ജോലി കിട്ടണമെന്നല്ല അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ആ സാധനം പഠിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും ഒരു സാധനം പഠിക്കുന്നത് ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആ സാധനം പഠിക്കുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് അത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിനേക്കാളും ഇത് പഠിച്ചാലെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പം അതങ്ങനെ അല്ലാണ്ട് ചെയ്യുന്നത് ഓരോ ആൾക്കാർക്ക് പ്രിവിലേജാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാർക്ക് ഏത് സമയത്തും ആണെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് പഠിച്ചിട്ട് പോകുന്നതില്ല. പക്ഷേ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ മൈഗ്രേഷൻ ആൻഡ് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടൊരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് ടൈം. ഇത് മാറുമായിരിക്കും, പക്ഷെ മാറുമോയെന്നറിയില്ല. പറയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ഐ മീൻ ഞാൻ ആരെയും ഡിസ്കറേജ് ചെയ്യുന്നതല്ല, ഐ എം നോട്ട് ഡിസ്കറേജിങ് സംവൺ, പക്ഷേ ഐ എം ജസ്റ്റ് ടെല്ലിങ് ദ റിയാലിറ്റി ഹിയർ. അതായത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഗാംബ്ലിംഗ് ആണിത്, സർട്ടൻ എമൗണ്ട് എന്നല്ല, വലിയ എസ്പെഷ്യലി ഇഫ് യു ആർ നമ്മൾ ലോണൊക്കെ എടുത്ത് നമ്മൾക്ക് നാട്ടിൽ വലിയൊരു സേഫ്റ്റി നെറ്റൊന്നും ഇല്ലെങ്കിൽ വലിയൊരു ഗാമ്പിളാണ്. അതായത് അപ്പം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അടുത്തും ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായി പുതിയതായിട്ട് വന്ന നാട്ടിലൊരു മലയാളി ഒരു ഗേൾ. അവളോട് ഇപ്പം ഞാനിങ്ങനെ ചോദിക്കാം, അതിപ്പോൾ ഏതാ ഫീൽഡ്, അപ്പം അവളിങ്ങനെ എന്നോട് ചോദിച്ച് ഇങ്ങനെ ഓക്കെ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജോലി കിട്ടാൻ ഇതിൻ്റെ ഈ സാലറീൻ്റെ ത്രഷോൾഡൊക്കെയാണ് പ്രശ്നം. അപ്പം ഷി വാസ് അൺഅവെയർ ഓഫ് അങ്ങനത്തെ സംഭവങ്ങൾ. പുള്ളിക്കാരിക്ക് പറയുന്ന പോലെ അറിയുകൂടിയില്ല ഇങ്ങനെ ഒരു വിസ അടിച്ച് കിട്ടാൻ ഭാവിയിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. എനിക്കൊരു ഇൻസിഡന്റ് കുറെ നീ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറെ പേര് ഇങ്ങനെ പഠിക്കാൻ വരും എന്നിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യത്തില്ല, അതിനതിൽ മാറും വേറെ ഇവിടെ കിട്ടിയ സ്പോൺസർഷിപ്പ് ചെയ്യും. ഇത്രയും കൊല്ലം ഒരു കൊല്ലം വർക്ക് ചെയ്ത സ്പോൺസർഷിപ്പ് ചെയ്യും. ഞാൻ തന്നെ ഒരു 2-3 ലൈക്ക് ബോയ്സിനെ കണ്ടിട്ടുണ്ട്. അവസാനം അറ്റ് ദ എൻഡ് അവർ സ്പോൺസർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു, അവരെ കോഴ്സും പോയി ഡ്രോപ്പായി കിട്ടിയില്ല. അതാ അപ്പോൾ അങ്ങനെ ആ നിയമം ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നു. ഇപ്പം നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ സ്പോൺസർഷിപ്പ് ബേസിലേക്ക് മാറ്റാൻ പറ്റില്ല. അതുമല്ല ഈ ആ മൈഗ്രേഷന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പം തീരെ നടക്കില്ല. കാരണം ഇപ്പം അവർ നിയമങ്ങൾ കുറേ കൂടി സ്ട്രിക്റ്റർ ആക്കി. ഇപ്പം അങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടായ പലതും ഈ കെയർ ഹോം ജോബ്സിലേക്ക്. പക്ഷേ ഈ കെയർ ഹോംസൊക്കെ ഇപ്പോൾ ഇവർ വളരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഈ സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റുന്ന കെയർ ഹോംസിൻ്റെ നമ്പേഴ്സൊക്കെ വളരെ കുറച്ച്. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നിട്ട് നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറയണമല്ലോ. ഇത് നമ്മൾ ജോലിയെ കുറിച്ചൊക്കെ എത്ര സംസാരിക്കുമ്പോൾ നമ്മളുടെ ഫീൽഡ് ഓഫ് വർക്ക് എന്താ? നമ്മൾ ഓക്കെ, ഞാൻ സസ്റ്റൈനബിലിറ്റി അഡ്വൈസർ, സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ വർക്ക് ചെയ്യും. ഞാനും സസ്റ്റൈനബിലിറ്റി ഓക്കെ, ഞാനും ടെറിനും ഒരു സെയിം ബിസിനസിന്റെ സസ്റ്റൈനബിലിറ്റി അഡ്വൈസേഴ്സ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ ഗ്ലാസ്ഗോ തന്നെയാണോ? നമ്മുടെ ഓഫീസ് ഗ്ലാസ്ഗോയിലാണ് ബേസ്ഡ്. പക്ഷേ ഓരോ സൈറ്റ് ബേസ്ഡ് ആയിട്ട് മാറി വരും. പക്ഷേ ബേസ് ഗ്ലാസ്ഗോയിലാണ്. ഓഫീസ് ഗ്ലാസ്ഗോ ബേസ്ഡ് ആണ്, പിന്നെ സൈറ്റിൽ പോകേണ്ടി വരും. പക്ഷേ അതാണ് സെറ്റപ്പ്. ഓക്കെ, പക്ഷേ അത് അങ്ങനെ ഇപ്പം അപ്പോൾ പക്ഷെ ആ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ചിന്തിക്കുമ്പോൾ എന്താ തോന്നുന്നു? അതെ, ഇപ്പം ഈ സാധനം ഈ മുമ്പ് പറഞ്ഞ കഥകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു രസമുണ്ട്. ഈ പറയുന്ന പോലെ അത് ചെയ്തു, അവിടെ ആയിരുന്നു, ഇവിടെ എത്തിയെന്ന് പറയാനൊരു രസമുണ്ട്. ഇവിടെ എത്താത്തവൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പ്രശ്നം. എത്തിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി നൈസ്, ഐ ഫീൽ റിയലി ഗുഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ എനിക്ക് ഈ ജോലി കിട്ടാൻ എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു, എന്തൊക്കെയായിരുന്നു, എത്ര പാടായിരുന്നു ഈ ജോലി? 6-7 മാസം വിസയിൽ ബാക്കിയുള്ളപ്പോഴാണ്, PSW വിസയിൽ ബാക്കിയുള്ളപ്പോഴാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അതുവരെ എനിക്ക് തോന്നുന്നു 2 വർഷം PSWയിൽ എനിക്ക് തോന്നുന്നു അപ്ലൈ ചെയ്ത ജോലികളെല്ലാം കൂടെ ചേർത്ത് എനിക്കൊരു 4-5 ഇൻ്റർവ്യൂ കിട്ടി കാണും മാക്സിമം. എനിക്ക് 5 കിട്ടി, 5ാമത്തെ ഇൻ്റർവ്യൂ ചെയ്തെന്ന് തോന്നുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജോബ് ഹണ്ട് പീരീഡ്. ഈ പറയുന്ന പോലെ ഒരു ജോലി പറയുന്ന പോലെ നമുക്ക് വിസ അടിച്ച് തരേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് നമ്മുടെ റിജക്റ്റ് ആവും. പിന്നെ ഈ പറയുന്ന പോലെ ഫീൽഡിൽ ഞാൻ അപ്ലൈ ചെയ്ത് കിട്ടാൻ അതിൽ വേറെ പാട്, അത്ര പൊസിഷൻസ് ഇല്ല. കൺസൾട്ടൻറ്റ് സൈഡിൽ ജോലിയാണെങ്കിൽ ശരിയായ സ്കില്ല് വേണം. ഇവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസോ അങ്ങനെ ഒരു ലെവൽ ഓഫ് സ്കിൽ ലെവല് നാട്ടിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. വർക്ക് എക്സ്പീരിയൻസിൽ നിന്ന് ഡെവലപ്പ് ആവുന്ന സ്കില്ലുകൾ ഒരു ക്ലാസ്സിൽ നിന്ന് മാത്രം പഠിപ്പിച്ച് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സെറ്റപ്പിൽ ഈ പറയുന്ന പോലെ വന്നിട്ട്
വേണ്ട വേണ്ട സോഫ്റ്റ്വെയറുകൾ അറിയില്ല, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ല. ഇതൊക്കെ എനിക്ക് ഒന്ന് പഠിച്ച് വരുന്നേ പിന്നെ ഒരു ജോലിയിൽ കയറിയിട്ട്. അങ്ങനെ ഒരു ഫസ്റ്റ് ഓപ്പണിംഗ് തരാൻ ആരെങ്കിലും ഒരാൾ റെഡി ആവണം. അങ്ങനെ എനിക്ക് തോന്നുന്നു ജോലിക്ക് കയറിയ പിന്നെ എളുപ്പം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാണ്. ഞാൻ എല്ലാം പഠിച്ചത് ജോലിക്ക് കയറിയിട്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർ കംഫർട്ടബിൾ ആക്കി, അവർ ലൈക്ക് ബേസിക് തൊട്ട് എന്നെ പഠിപ്പിച്ചൊരു 3 മാസം പ്രൊബേഷൻ ആയിരുന്നു. ആ 3 മാസത്തിലെല്ലാം പഠിപ്പിച്ച് എനിക്ക് തോന്നുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിഞ്ഞൂടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടാണ് സ്റ്റീലിനെ കുറിച്ച് നമുക്ക് അറിയായിരുന്നു. അല്ല അത് എനക്കൊന്നും എല്ലാ ജോബും അങ്ങനെ. ഇപ്പം നീ ഇപ്പം എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് എന്തുണ്ടെന്ന് പറഞ്ഞാലും നീ ഒരു ജോബ് കയറി ആ ജോബ് റോളിന് നീ എന്തായാലും ആ ജോബിലേ പഠിക്കൂ. അല്ലാണ്ട് അതിനു മുമ്പേ പഠിച്ചിട്ട് ഇല്ല ആരും അങ്ങനെ പറയുന്നത്. അതാ അപ്പം ആ ഒരു ഭാഗ്യത്തിന് ആ ബ്രേക്ക് കിട്ടിയ അത്ര ഇത്. ഓക്കെ, അപ്പം ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ എന്താ സുഖം എന്താ? ഓക്കെ പറയാം, അതെനിക്കിഷ്ടം, അത് ഞാൻ പറയും. സുഖം എന്താന്ന് പറയും. സുഖം മീൻസ് വർക്ക് ഫ്രം ഹോം ഒരു സുഖമാണ്. ഒക്കെ നാട്ടിലും കിട്ടൂലേ? അല്ല, പക്ഷെ ഇത് 5 മണിക്ക് ശേഷം ഫോൺ എടുക്കണ്ട, ഇത് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ട, 9 മണിക്ക് അവിടെ കയറി ചെന്നാൽ മതി. അതൊക്കെ ഒരു വളരെ ഫീൽഡ് എന്നാലും വർക്ക് അവേഴ്സിന് അപ്പോൾ 5 മണി എന്നല്ല ഉദ്ദേശിച്ചത്, വർക്ക് അവേഴ്സിന് അപ്പുറം യു ഡോണ്ട് ഹാവ് ടു ബി ബോതർഡ് അബൌട്ട് വർക്ക്. ഇവനിപ്പോ നൈറ്റ് ഷിഫ്റ്റ് ജോലി വീക്കെൻഡ്സ് ആവുമ്പോൾ ശരിക്കും അങ്ങനത്തെ കുറെ പേർക്സ് ഉണ്ടല്ലോ. നമുക്കിപ്പോൾ എന്തായാലും നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ലീവ് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെ നമ്മളുടെ എക്സ്പീരിയൻസ് മാത്രമായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ഇവൻ പറഞ്ഞൊരു സാധനമുണ്ട്, എനിക്ക് തോന്നുന്നു അതൊരു പ്രിവിലേജ്. അത് ഇവിടുത്തെ എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുന്നത്. ഒരു ഗ്രാജുവേറ്റിനെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുതിയ ആളെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കമ്പനിയിലെ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ വൃത്തിക്ക് ട്രെയിൻ ചെയ്യാൻ ഉള്ള ഒരു സമയവും സ്പേസും കൊടുക്കുന്നുണ്ട് കമ്പനികൾ. നമ്മളെ കോവർക്കേഴ്സിനെ കണക്കിരിക്കും. എന്റെ മാനേജർ ഒരു നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് കാണുമെങ്കിൽ താങ്ക് യു. അല്ല, പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ എത്ര ആൾക്കാർ വളരെ അവരെ മാനേജ്മെന്റ് വളരെ റേഷ്യലായിട്ടും സീൻ കാരണം ജോലി വിട്ടുപോയ കുറേ കഥകൾ നമ്മളിവിടെ കേൾക്കുന്നത്. അത് മോശന്റെ ഒക്കെ ഇത് വരുമ്പോഴേ ഇതൊക്കെ അറിയുന്നു. അല്ല അത് ഓക്കെ, അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെയൊക്കെ ഫീൽഡിൽ നമ്മൾ അങ്ങനെ ഒരു ഡയറക്റ്റായിട്ട് പബ്ലിക് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഇല്ല. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ ഹെൽത്ത് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതലായിട്ടും പബ്ലിക്കായിട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്, ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്നത്. അവരാണ് കുറച്ചും കൂടി ഇങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ ഇഷ്യൂസ് ഒക്കെ ഫേസ്. ആസ് യൂഷ്വൽ നമ്മൾ പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഒരു സജഷൻ ആയിരുന്നു നമ്മൾ എടുക്കുന്ന ബ്രേക്ക് കൂടുതലാ, പിന്നെ അബ്രപ്റ്റാ, ഈവൻ കൺക്ലൂഷൻ അബ്രപ്റ്റ് ആയിരുന്നു എന്നുള്ളൊരു സജഷൻ ഉണ്ട്. അത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ സജഷൻസ് വന്നിരുന്നു. ആക്ച്വലി എനിക്ക് വളരെ പേഴ്സണലായിട്ട് വളരെ ലോങ് മെസ്സേജ് ഒക്കെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ അയച്ചിരുന്നു. അല്ല ജനറലി അല്ല ജനറലി പോസിറ്റീവ് ആണെങ്കിലും വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന പോലെ. അല്ലല്ല, നമ്മൾ അഗ്രി ചെയ്യുന്ന മാത്രമല്ല എഗെയിൻസ്റ്റും ഫോറും എല്ലാം പേഴ്സണലായിട്ട് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ഒരു ഷോർട്സിന് ഒരു ഓക്കെ അത് പോട്ടെ. അപ്പോൾ അതായത് അത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ സീൻ. എന്നിട്ട് നമ്മൾ ആക്ച്വലി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടായത് ഇതായിരുന്നു, ഇപ്പോൾ UK വന്നിട്ടുള്ള പോസിറ്റീവ്സ് ആയിരുന്നു. നമ്മൾ ഒരു വർക്ക് കുറച്ചൊരു ബാലൻസ് ഉണ്ട് അല്ലേ, നാട്ടിലേക്കാളും ബാലൻസ് കുറച്ചും കൂടെ ഉണ്ട്. നാട്ടിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടായ സിറ്റുവേഷനേക്കാളും ബാലൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നാട്ടിലും ബാലൻസ് ഒക്കെ ഉള്ള മനുഷ്യന്മാരുണ്ടാവും. ഇവിടെ പക്ഷെ അത് കുറച്ചും കൂടി കൾച്ചറലി അത് ആക്സെപ്റ്റഡ് ആണ്. അതായത് ഒരു സിക്ക് ലീവോ അല്ലെങ്കിൽ പറയുന്ന പോലെ പെയ്ഡ് സിക്ക് ലീവ്സ് അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സിക്ക് ലീവ് എടുക്കാം. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് നമുക്ക് സിക്ക് ലീവ് എടുക്കാം. ഇവിടെ ഇന്ന ഒരു ടൈം തൊട്ട് ഒരു ടൈം വരെ പണിയെടുത്താൽ മതി, അതിന് കഴിഞ്ഞ് പണിയെടുത്താൽ നമുക്ക് ഓവർ ടൈം കിട്ടും. പക്ഷെ നാട്ടില് അങ്ങനെയല്ല. നാട്ടില് നമ്മൾ പണി തീരുന്നവരെ പണിയെടുക്കുക, കിട്ടുന്ന ശമ്പളം അങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ നാട്ടിൽ സൈറ്റ് എഞ്ചിനീയേഴ്സ് ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ രാത്രി 10 മണിക്കാണ് അവിടെ സൈറ്റിൽ പണി തീരുന്നെങ്കിൽ 10 മണി വരെ നിന്നാലും ഈ പറയുന്ന എൻ്റെ കയ്യിൽ വരുന്ന ശമ്പളം അവസാനം 5000 രൂപ. അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. എല്ലാം പെയ്ഡ് ലേബർ ഒക്കെ എല്ലാം നൈസാ. അങ്ങനെ ഒരു കൾച്ചറലി ഇവിടെ ആക്സെപ്റ്റഡ് ആണ്. സാറ്റർഡേ പണിയെടുത്ത് നമുക്ക് ഡബിൾ പേ കിട്ടും, സൺഡേയും അത് കണക്ക് ഡബിൾ പേ കിട്ടും. എനിക്ക് തോന്നുന്നില്ല നാട്ടില് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഐ മീൻ ഇല്ലാന്ന് പറയുന്നില്ല, നമ്മുടെ ഒരു ജനറലി അത് കിട്ടുന്നൊരു അതൊരു കോമൺ സാധനമല്ല. എനിക്ക് തോന്നുന്നു അതിന്റെ ഇമ്പോർട്ടൻറ്റ് സംഗതി എന്ന് പറയുന്നത് ആ കൾച്ചറൽ ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ. അതായത് ഈ മനുഷ്യന്മാർ ഇങ്ങനെ പണിയെടുത്ത് മരിക്കേണ്ടവരല്ല എന്നുള്ളൊരു ആക്സെപ്റ്റൻസ് ഇവിടെ കുറച്ചും കൂടി ഉണ്ട്. അതായത് കുറേ കൂടെ റിലാക്സ്ഡ് ആയിരിക്കും ജീവിതം.
പിന്നെ പണിയല്ലാതെ ബാക്കി കാര്യങ്ങളും ഉണ്ട്. നാട്ടിൽ എന്ന് വെച്ചാൽ മൺഡേ തൊട്ട് സാറ്റർഡേ വരെ, സൺഡേ മാത്രമേ എല്ലാ സൺഡേയും പണിയെടുക്കുന്ന മനുഷ്യർ. അല്ല ബേസിക് ഒരു ഓഫീസ് മൺഡേ സാറ്റർഡേ. ഇവിടെ മൺഡേ ടു ഫ്രൈഡേ ആണ് ഓഫീസ് hours. അതെ, ഈവൻ വർക്ക് അവേഴ്സ് കഴിഞ്ഞിട്ടും പണിയെടുക്കേണ്ടി വരും. ഇങ്ങനെ അപ്പോൾ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്, പിന്നെ കുറേ ജനറൽ അക്സെപ്റ്റൻസ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന. അപ്പം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വേറൊരു നാട്ടിലാണല്ലോ, നമ്മളെ നാട്ടിലല്ല, നമ്മൾ വേറൊരു നാട്ടിൽ വരുമ്പം കൾച്ചറലി ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ റിക്രിയേഷണൽ പരിപാടിയൊക്കെ എന്താ ചെയ്യുക? ഇതോണം പോഡ്കാസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഇതാണ് നമ്മളെ പുതിയ റിക്രിയേഷണൽ പരിപാടി ഇതായിരുന്നു. ഗ്ലാസ്ഗോയിൽ വരിക, നിങ്ങളെ കാണാം. ശരിയാ. നമുക്ക് ഈ പറയുന്ന പോലെ ആൾക്കാരെ കുറേ പേരുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്മൾ കുറേ പേരുണ്ട്, നമ്മളൊരു 10-15 പേരുണ്ട് ഇവിടെ. നമ്മൾ സ്വന്തമായിട്ടൊരു അസോസിയേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ പാളി പോയതുകൊണ്ട്. പക്ഷെ നമ്മൾ ഈ കൂട്ടത്തിലുള്ള ഒരു സമാജത്തിന്റെ ഭാഗമായിട്ടില്ല. അത് നമ്മളൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു. ആരൊക്കെ ഇല്ല, നമ്മള് പരിപാടിക്കൊന്നും പോയിട്ടില്ല, കുറച്ചുള്ള ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു. പക്ഷേ ഫുഡുണ്ട്, അങ്ങനെ നമ്മള് പോയായിരുന്നു. ഈ സമാജം ഉണ്ടെങ്കിൽ അതിന്റെ ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ അതിൽ ചർച്ച ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്താണ് ഞാൻ കാണുന്നത് അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ്, അതായത് നാട്ടിൽ എന്തായിരുന്നു ജീവിച്ചത് അതേപോലെ ഇവിടെയും ജീവിക്കേണ്ടി വരും. അതായത് അതേ ഒരു സെറ്റപ്പിലേക്ക് അതായത് ആ സമയത്തിലുള്ള പവർഫുൾ ആൾക്കാർ നമ്മളെയും കൊണ്ടുവരാൻ നോക്കും. അതായത് നാട്ടിൽ നമ്മളെങ്ങനെയായിരുന്നു ജീവിച്ചത് അതേ ഒരു അതെ, അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഞാൻ ഭാഗമല്ല, പക്ഷെ എൻ്റെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ്. പക്ഷെ ജനറലി എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന പരിപാടി ഏകദേശം അതേപോലെ തന്നെ. സത്യം. പക്ഷെ എന്നാലും ഇല്ല, നമ്മളിപ്പോ ഒരു 10-15 പേര് ഈ പറയുന്ന ഞാനും ശബരിയും സുഹേലും ഒരുമിച്ച് പഠിച്ചു, ഇവരെ ഒരുമിച്ച് പഠിച്ചു. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് കണ്ടുമുട്ടി. അങ്ങനെ ഒരു സെറ്റപ്പിൽ നമ്മൾ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. പക്ഷെ അതല്ലാണ്ട് നമ്മൾ പുറത്ത് ചെയ്യുന്നത്, നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ ഹൈക്കിംഗ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ ചാനലുണ്ട്, ചെക്കൗട്ട്. അതിന് വ്യൂ കൊടുത്തു ഞാൻ വിചാരിക്കുന്നില്ല എന്തൊക്കെ ചെയ്തത്, അത് പോയി കുന്തമില്ല. ഓക്കെ, അങ്ങനെ 1-2 പ്രാവശ്യം ഹൈക്കിങ്. പിന്നെ ചില ആൾക്കാർ ഒറ്റക്ക് മല കയറാൻ പോയിട്ടുണ്ട്. അതിന് മലയുടെ ഹൈക്കിംഗ് എന്നല്ല, ഞാൻ അതിനെ തീർത്ഥാടനം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അല്ല, ഈ നാട്ടിൽ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലേ നമ്മൾ. പിന്നെ കുറേ പാർക്കുകളുണ്ട്, കുറേ വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. നമ്മൾ വെറുതെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ്, ഒക്കേഷൻസും ഓപ്പർച്യൂണിറ്റീസും ഈ നാട്ടിലുണ്ട്. അതല്ലാണ്ട് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് സിനിമ കാണുക. ഇവിടെ സിനി വേൾഡിന് എന്തോ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട്. സിനി വേൾഡ് ഇവിടുത്തെ ഒരു തിയേറ്റർ ചെയിനാണ്. തിയേറ്റർ ചെയിന. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാർണിവലോ സിനിപോളിസ് PVR എന്നെല്ലാം പറയുന്ന പോലെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇവർക്ക് മന്ത്ലി നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് സിനിമ കാണാം. ഇവിടുത്തെ എല്ലാ ചെയിനും അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ പോലെ എടുത്തു കഴിഞ്ഞാൽ ഓഡിയോണിലുണ്ട്, അതിനുണ്ട് ഈ അൺലിമിറ്റഡ് സ്ക്രീനിങ്. ഓഡിയോണിലുണ്ട്. അപ്പോൾ പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഇത്ര മലയാളി പോപ്പുലേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ ഏകദേശം അത്യാവശ്യം മലയാള പടങ്ങളെല്ലാം ഇവിടെ വരും. പിന്നെ നമ്പർ ഓഫ് ഷോസ് കുറവായിരിക്കും. ചിലപ്പോൾ ഓഡ് ഡേയ്സിലായിരിക്കും, ചിലപ്പോൾ തേഴ്സ്ഡേ നൈറ്റും സൺഡേ നൈറ്റെല്ലായിരിക്കും. പക്ഷെ എന്നാലും അത്യാവശ്യം എല്ലാ ഷോവും വരും. ബിക്കോസ് നമ്മളത്ര മലയാളികൾ അത്ര മൂവി വാച്ചിങ് ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇവരുടെ റീച്ച് എല്ലായിടത്തും ഉണ്ട്. സംഭവം രസം. അതുകൊണ്ട് പടം കാണലാണ് നമ്മുടെ ഒരു മെയിൻ. Talking of which, guys, what is happening next week? Okay guys, അടുത്ത ആഴ്ച 27-ാം തീയതി എല്ലാരും പോയി എമ്പുരാൻ കാണണം കേട്ടോ. സമ്മതിച്ചില്ല. ആരായിട്ട് ഇവിടെ ടിക്കറ്റ് എടുക്കാത്ത? ക്യാമറയുടെ പുറകിൽ ഒരാളുണ്ട്, പുറകിലുള്ള ഒരുത്തൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. അവന് നമ്മൾ മമ്മൂട്ടി ഫാനായി മുദ്ര കൂട്ടി നമ്മൾ പുറത്തു. ഓക്കെ, സുഹൈൽ ഒരു മമ്മൂട്ടി ഫാനാണ് ഗൈസ്. ഞാനും. പക്ഷെ അതെ, ടെറിന് ഒരു സൂഡോ മമ്മൂട്ടി ഫാനാണ്. ഒറിജിനലി ടെറിനൊരു മോഹൻലാൽ ഫാനാണ്. പക്ഷേ
മോഹൻലാലിന് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിങ്ങൾ നല്ല ഉണ്ടാക്കും. ഞാൻ മോഹൻലാലും നല്ല പടം ഇല്ലാത്തോണ്ട് അപ്പൊ മമ്മൂട്ടി ഫാനായവരാണ് ടെറിൻ. ഞാനൊരു സിനിഫൈലാണ് കേസ് ബേസിക്കലി. അതുകൊണ്ട് സയൻസ് മോക്കർ ആയതുകൊണ്ട് എനിക്കിപ്പോ ഇതേ പറ്റൂ. എന്താ നല്ല പടങ്ങൾ ആര് ചെയ്യുന്നു അത് ഞാൻ കാണും. ഓക്കെ, അപ്പോൾ എമ്പുരാൻ എക്സ്പെക്ടേഷൻസ് ഞാൻ പ്രൊമോട്ട് ചെയ്യും. എനിക്ക് ആരും പഠിക്കാനില്ല, ഞാൻ പൈസ വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഒരു ഫാൻ്റെ രോദന ഇതും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഇല്ല, നമ്മൾക്കങ്ങനെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ ഒരു പടത്തു നിന്ന് അടുത്ത പടത്തിലേക്ക് നമ്മൾ പോകും. കുഴപ്പമില്ല, സംഭവം അങ്ങനെ വിചാരിച്ചാൽ മതി. നൈസാ, നല്ലൊരു എക്സൈറ്റ്മെന്റ് ഇല്ലേ? ഒരു ശരിയായ എന്താ അടുത്ത വീക്ക് ഇനി എമ്പുരാൻ കാണാം എന്ന് വെച്ചേക്ക് ഞാൻ ഇനി അടുത്ത വീക്ക് പണിയെടുക്കുന്നു എന്ന് വെച്ചാൽ ക്ലാസ് വരുവാണെങ്കിൽ എന്തേലും ഒരു വീക്ക് ഇത് പൃഥ്വിരാജ് സ്റ്റോറി ഇടുന്നതായിരിക്കും. മമ്മൂട്ടി ഫാനാണ്. മോഹൻലാൽ അങ്ങനെയല്ലേ, ഞാൻ ഇപ്പൊ ക്ലാസ് വരുന്നുണ്ട്. ലാസ്റ്റ് വീക്ക് ഞാൻ എടുത്തു ഫ്രൈഡേ എനിക്ക് ക്ലാസ് പോയി. അത് സംതിങ് ടു ലുക്ക് ഫോർവേഡ്. അപ്പൊ അടുത്ത വീക്ക് എന്റെ ഞാൻ നോക്കുന്നത് അത് ബട്ട് ഇറ്റ്സ് എ തിങ് റൈറ്റ്. നമുക്ക് ഈ പറയാൻ അതൊരു എക്സൈറ്റിംഗ് സാധനമല്ലേ. നമ്മളെ ഒരു സിനിമ എത്ര എക്സൈറ്റ് ചെയ്യിക്കുന്നു എന്ന് പറയുന്നത് ബ്രില്യൻറ്റ് റൈറ്റ്. ഇങ്ങനെ ദാറ്റ് ഇസ് സംതിങ്. ഇപ്പം ഗ്ലാസ്ഗോ വരുന്ന ഒരു ട്രിപ്പ് പോലെ തന്നെ നമ്മൾ മലയാളികൾ വളരെ നമ്മൾ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണെന്ന് തോന്നുന്നില്ലേ സിനിമയിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഓരോ ആൾക്കാർ ഇൻട്രസ്റ്റ്, പക്ഷെ ഇതൊക്കെ ഒരു സന്തോഷം. സ്കോട്ട്ലൻഡിലില്ല, നമ്മൾ അഭ്യർത്ഥിക്കുന്നു. RFT അയച്ചു കൊടുക്കാൻ തോന്നുന്നില്ലേ? RFT ഫിലിംസ് ആണ് UK ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലടാ UK നിനക്ക് എന്തായാലും ലണ്ടനിൽ രാജേട്ടാ. പക്ഷെ ഞാൻ ആക്ച്വലി എക്സൈറ്റഡ് ആണ്. ഞാനൊരു 10-15 വട്ടം ഞാൻ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. അത് ട്രെയിലർ ആയിട്ട് മാത്രം കണ്ടിട്ടുണ്ടാവും, ട്രെയിലർ റിയാക്ഷൻ ആയിട്ട് കണ്ടിട്ടുണ്ടാവും, ട്രെയിലർ അനാലിസിസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അതതിന്റെ ഒരു പ്രശ്നമായി. ഈ ഒരു എന്താ ഈ ഒരു എക്സൈറ്റ്മെന്റ് ലെവൽ കീപ്പ് ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം. ഇനിയിപ്പോൾ 5 days to go. ഞാൻ പക്ഷേ ഓക്കെ, കുറച്ച് സീരിയസ് ആയി സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നു കുഡ് ബി എ ലാൻഡ്മാർക്ക് മൂവ്മെന്റ് ഫോർ മലയാള സിനിമ എന്ന് തോന്നുന്നു. എന്താ ഈ മമ്മൂട്ടി ഫാൻ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും. നമ്മൾ ഇവനെ ടോളറേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും പടം ഹിറ്റാണ്. പടം ഹിറ്റാവും എന്തായാലും. പക്ഷെ എന്തുകൊണ്ട് പൃഥ്വിരാജിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വിഷണറി. പൃഥ്വിരാജ് രാജമൗലിയെ കുറിച്ച് പറഞ്ഞു വിഷണറി, ഒന്നും പറയാനില്ല. അല്ല, എനിക്ക് ഒന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കര ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുള്ള ഒരാൾ. ബാക്കി ഒന്നിനെ കുറിച്ച് എനിക്ക് എക്സ്പെർട്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പറഞ്ഞില്ല. പക്ഷെ കമ്മ്യൂണിക്കേഷൻ കണ്ടിട്ട് നമ്മൾ പല കാര്യങ്ങളും അതൊക്കെ അയാളൊരു ഒരു മാർക്കറ്റിംഗ് ഒരു കഴിവുള്ള ഒരാൾ. അതായത് പല കാര്യങ്ങളും നമ്മളെ കൺവിൻസ് ചെയ്തെടുക്കാനുള്ള ഒരു വേർഡ് പ്ലേ അയാളുടെ കയ്യിലുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതേ ഇപ്പം ഞാൻ ലൂസിഫർ വളരെയധികം എൻജോയ് ചെയ്തൊരു പടം. അതേപോലെ തന്നെ ബ്രോഡാഡി എൻജോയ് ചെയ്ത്. ഈ പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മാത്രമല്ല പുള്ളിക്കാരൻ അതിന്റെ പുറകിൽ സബ്സ്റ്റൻസും കൂടെ ഉണ്ട്. ഉണ്ട്, അല്ലാണ്ട് ഇപ്പം ഒന്നുമില്ലാണ്ട് ഇത് ഇങ്ങനെ ആവില്ലല്ലോ. ശരിയായ പക്ഷെ എന്നാലും അത് മാക്സിമം മാർക്കറ്റും ചെയ്യുന്നുണ്ട് പുള്ളി. ഐ മീൻ പക്ഷെ എനിക്ക് തോന്നുന്നു വിഷണറി അല്ല, എനിക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു വേറെ കാര്യം, ഇപ്പം നമ്മൾ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വെരി കണ്ടന്റ് ഡ്രിവൻ. നമ്മൾ ചെറിയ ഇങ്ങനെ സിനിമ ഉണ്ടാക്കുന്നു, വളരെ റിയലിസ്റ്റിക് ആയിട്ട് സിനിമ ഉണ്ടാക്കുന്നു, ചെറിയ സിനിമ ഉണ്ടാക്കുന്നു, അത്യാവശ്യം ചെറിയ ലാഭം ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇയാൾ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതായത് ബാക്കി അതുപോലെയുള്ള സംഭവങ്ങൾ മലയാളത്തിന് ചെയ്യാൻ പറ്റുന്ന കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതുപോലൊരു സാധനം അയാൾ പുൾ ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പം അത് സക്സസ് ആയാൽ അത് അയാളുടെ ഒരു
കഴിവ് തന്നെയാണ്. എന്ത് കഴിവാണെങ്കിലും അതൊരു കഴിവാണ്. അതത് പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. ആൻഡ് എനിക്ക് തോന്നുന്നു അത് പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു നെക്സ്റ്റ് ഫേസ് ഓഫ് ഒരു മലയാളം ഇൻഡസ്ട്രി ഓപ്പൺ ആവും. നമുക്ക് വേറെ പല നാട്ടിലേക്കും മലയാളം സിനിമ കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരും, ഒരു ഓപ്പൺ അപ്പ് ചെയ്യും. അതിൽ അങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യുമ്പം ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു അതിൽ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവുമെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷേ അതൊരു ആസ് എ ബിസിനസ് ആസ് എൻ ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നു ഇത് അയാൾ പുൾ ഓഫ് ചെയ്താൽ വുഡ് ബി എ പോസിറ്റീവ് ഔട്ട്കം ഫോർ ഇൻഡസ്ട്രി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ എമ്പുരാൻ. ലെറ്റ്സ് സീ. അപ്പോൾ ഇനി 5 ദിവസമുണ്ട്. 5 ദിവസം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഇറ്റ് വാസ് എ വെരി റാൻഡം എപ്പിസോഡ്. നമ്മൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒബ്ജക്റ്റീവ്സും ഉണ്ടായില്ല. അതായത് ഇതിൻ്റെ അവസാനം നമ്മൾ ഇന്നത് പറയണമെന്നോ എന്ന്. പക്ഷെ എന്നാലും നമ്മൾ ടച്ച് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ, അതായത് വേർ ആർ വി, വൈ ഡിഡ് വി കം ഹിയർ, എന്തിനു വന്നു, ഇവിടെ വന്നതിൻ്റെ സ്ട്രഗിൾസ്, പിന്നെ സംഭവം ഇത് നമ്മൾ പറഞ്ഞതിൽ കുറേയൊക്കെ ഈ പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ഡീവിയേറ്റ് ആയി പോയി എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തിങ്സ് ഇവൻച്വലി കുറച്ചായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും കഥ കുറച്ചായിട്ട് ഓരോരോ പോഡ്കാസ്റ്റിൽ കുറേ കൂടെ ഡീറ്റെയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പല പേരുകൾ പറഞ്ഞതും നമ്മൾ പല സ്റ്റോറീസ് പറഞ്ഞതും മനസ്സിലാവണമെന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് സ്റ്റോറി അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ പേരുകൾ ഇപ്പോൾ എൻ്റെ പേരോ സുഹേലിൻ്റെ പേരോ ടെറിൻ്റെ പേരോ പോലും പലർക്കും രജിസ്റ്റർ ആയിട്ട് ഉണ്ടാവണമെന്നില്ല. ആരാണ് ടെറിൻ, ആരാണ് ബാസി, ആരാണ് സുഹേൽ എന്ന്. പക്ഷേ അത് നമ്മൾ ഗ്രാജുവലി നമ്മൾ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. ഈ കഥ നിങ്ങൾ ജസ്റ്റ് ഒരു റാൻഡം നമ്മളെ ചർച്ചയായിട്ട് കൂട്ടിയാൽ മതി. ആൻഡ് പ്രോബബ്ലി എമ്പുരാൻ പ്രൊമോഷൻ. ഓക്കെ, എന്നിട്ട് ഇല്ല ഒക്കത്തില്ല ഓക്കെ, റാൻഡം, വെരി റാൻഡം. കീപ് ദ ബോൾ റോളിംഗ് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ട് ഇതിൽ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു എപ്പിസോഡിനെ കുറിച്ച് കുറച്ച് പ്രിപ്പയർ ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ ലൈറ്ററായിട്ടും ഈ പറയുന്ന പോലെ എല്ലാ വീക്കും ഒരു എപ്പിസോഡ് വെച്ച് ഇറക്കാനുള്ളതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് തിങ് അബൌട്ട് ദിസ് എപ്പിസോഡ് ഹാപ്പൻഡ്. അതായത് എനിക്ക് തോന്നുന്നു ഇത് നീ എവിടെ നിന്ന് അടിച്ചു പറ്റിയ സത്യം പറ. അങ്ങനെ അല്ല, ഇതേ സംസാരം വീട്ടിൽ കുത്തിയിട്ട് ഇതിപ്പോ നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു. അതെ. അപ്പോൾ ഓക്കെ, താങ്ക്സ് സുഹേൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് തിരിച്ച് ജോബിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ലീവില് ഗൾഫിൽ നിന്ന് വരുന്ന അമ്മാവന് നെക്സ്റ്റ് വീക്ക് സുഹേൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ നമ്മളെ പോഡ്കാസ്റ്റ് ഓക്കെ ഗൈസ്, കമന്റ് ചെയ്യൂ സുഹേൽ വേണോ വേണ്ടോ നിങ്ങൾ കമന്റിൽ അറിയിക്കണം. ഓൾസോ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, ഇത് പറയാതെ രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അതിന് ഓർഡർ ഉണ്ടോ? പിന്നെ പറയാണ്ട് രക്ഷപ്പെടാൻ പറ്റില്ലല്ലേ? ഓക്കെ, നമ്മളെ കണ്ടന്റ് ഹെഡ് നമ്മളോട് ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാൻ പറയാൻ പറയുന്നുണ്ട്. കണ്ടന്റ് ക്രിയേറ്റർ വളരെ ക്രിയേറ്റീവായിട്ട് വളരെ ക്രിയേറ്റീവ് ആവുന്നുണ്ട് ഈയിടെയായിട്ട്. ആളെ മാറ്റാൻ സമയമായിട്ടോ. ഓക്കെ, നമ്മള് പലരെയും പൈസ കൊടുത്ത് വെക്കേണ്ടി വരും. അതിനവിടെ പൈസ എന്തെങ്കിലും ചെയ്യാം. സെറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ. വൈൽ വി വൈൻഡ് അപ്പ്, നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് അഗൈൻ ബിഹൈൻഡ് ദ ക്യാമറ അനൽ ജയൻ, സബിഷി ശേഖർ. അതിനെ കുറിച്ച് വേറൊരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾസോ സൈനിങ് ഓഫ്. നമ്മളിതുവരെ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ പേരൊന്ന് വൃത്തിക്ക് പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടില്ലല്ലോ. അടിച്ച് സോറി, ബിഫോർ സൈനിങ് ഓഫ്. നമ്മൾ ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ പേരില്ല. നമ്മൾ അതിന് ശേഷമാണ് പേരിട്ടത്. പേരില്ല, ലോഗോ ഇല്ല. ഈ ലോഗോ നമ്മൾ ഉണ്ടാക്കിയൊന്നുമല്ല, ഇത് ഏതോ ലോഗോ. പേര് നമ്മൾ കണ്ടുപിടിച്ചാണ്. പേര് നമ്മൾ കൂലഘുഷിതമായി ചർച്ച ചെയ്ത് കണ്ടുപിടിച്ചതാണ് പേര്. ലോഗോ ഇസ് നോട്ട് അവർ ക്രിയേഷൻ, പ്രോബബ്ലി കോപ്പീഡ് ഫ്രം someone else, we don't know. Yes. പറയാതിരിക്കേണ്ട ആവശ്യം. ഓക്കെ, അപ്പോൾ അവർ പോഡ്കാസ്റ്റ് will be called Awkward Silence. Awkward Silence. I think there is a nice ring to it. Listen to our awkward silence. No? Don't you think? Okay guys, bye. ഇതാണ് awkward silence. Yeah, so okay. നമ്മൾ from here on awkward silenceൽ നിങ്ങൾ ക്രിക്കറ്റിന്റെ ശബ്ദമായിരിക്കുമല്ലോ കേൾക്കുക. നമ്മളെ ശബ്ദമായിരിക്കും കേൾക്കുക. ക്രിക്കറ്റ്
ചീവീട്. Yes, yes, ചീവീട്. ഓക്കെ ഓക്കെ, അത് കട്ട് ചെയ്യണോ? കട്ട് ഞാൻ തന്നെ കട്ടേണ്ടി വരും. ക്രിയേറ്റീവ് ആയിട്ടിനെ കൊണ്ട് ഒരു പ്രയോജനം. ക്രിയേറ്റീവ് ആയിട്ട് വെറുതെ. ഓക്കെ ഗൈസ്, ദിസ് ഇസ് എ ലാസ്റ്റ് ബൈ. ഓക്കെ, ദിസ് എപ്പിസോഡ് കുറച്ച് കൂടിപ്പോയി, ലോങ് ആയി പോയി. ഇനി നീ അത് ലോങ് ആക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ, സൈനിങ് ഓഫ്.